തുടക്കം മുതലേ ശ്രദ്ധിക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലെ മസ്ജിദുൻ നബിയിലെ സ്വഹാബത്തിന് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ നടത്താറുണ്ട്. അപ്പൊ നോക്കിയേ നിങ്ങൾ, അറിവിന്ദിലാവിന്റെ എല്ലാ മജ്ലിസ് കഴിഞ്ഞാലും നമ്മൾ ദുആ ചെയ്യാറുണ്ട്. കാരണം എന്താ? മജ്ലിസുൽ ഇൽമി റൗദത്തും മിൻ റിയാദിൽ ജന്ന എന്നാണ്. ഇൽമു പറയുന്ന മജ്ലിസ് സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാണ്. സ്വർഗ്ഗത്തിന്റെ അനുരാഗങ്ങളെ കൊണ്ട് നിറഞ്ഞ സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാണ്. അതുകൊണ്ട് തന്നെ ഇൽമു പറയുന്ന സദസ്സിൽ നിന്ന് ഒരാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു ആ ദുആക്ക് ഇജാബത്ത് നൽകും. അല്ലാഹു ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകുമെന്നാണ്. അതുകൊണ്ടാണല്ലോ അറിവിന്ദിലാവിന്റെ മജ്ലിസ് കഴിയുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നതെന്ന. ഇന്നിപ്പോ 3 വീട്ടുകാര് അൽഹംദുലില്ലാഹ് 3 വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ എത്രയോ കാലമായി പൊന്നുമോളുടെ വിവാഹം നടക്കാതെ പല തടസ്സങ്ങളെ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ് അറിവിന്ദിലാവിലേക്ക് ഞങ്ങൾ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തു. അറിവിന്ദിലാവിലേക്ക് ചെറിയ സംഭാവനകൾ തന്നു. മഹാനായ ശൈഖ് മടവൂർ പാപ്പാന്റെ പേരിൽ 101 ഫാത്തിഹ പതിവാക്കാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ് എന്റെ മോൾക്ക് വിവാഹം ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് 3 കുടുംബങ്ങളാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. മാഷാ അല്ലാഹ് എല്ലാ കുടുംബങ്ങൾക്കും അല്ലാഹു ഈ സദസ്സിലൂടെ അല്ലാഹു സന്തോഷം നൽകുമാറാവട്ടെ. നിങ്ങൾ ആമീൻ പറയും. നിങ്ങൾ ആമീനിന്റെ ഒരൊറ്റ ബർക്കത്ത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിലൊന്നും നമ്മൾ അഹങ്കരിക്കുന്നില്ല. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും റബ്ബിലേക്ക് നമ്മൾ സ്തുതി ചെയ്യുക. അല്ലാഹു നമുക്ക് അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നു തരും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഉടനെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആനിക്ക് അല്ലാഹു വലിയ ഇജാബത്തുണ്ട് എന്നാണ്. തിരക്കില്ലാത്ത ആളുകൾക്ക് ആ ദുആന്റെ മജ്ലിസിൽ പങ്കെടുക്കണം. കാരണം എന്താ? ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് നിറകണ്ണുകളോട് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ മസ്ജിദുൻ നബിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഅദ് പറഞ്ഞിരുന്ന സ്ഥലം ഇന്നും നിങ്ങൾ മദീനത്ത് പോയാൽ കാണാൻ കഴിയും. മദീനയിലെ മസ്ജിദുൻ നബിയിൽ അഹ്ലു സുഫ എന്ന് പറയുന്ന സ്വഹാബത്തിരിക്കുന്ന സുന്ദരമായ സ്ഥലമുണ്ട്. ആ സ്ഥലത്തിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ വഅദ് പറയുകയും വഅദ് കഴിഞ്ഞാൽ ദുആ ചെയ്യുകയും ചെയ്യാറുണ്ട് എന്നാണ്. ആ ദുആയിൽ ആമീൻ പറയാൻ വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ മലക്കുൽ മദീനയുടെ മസ്ജിദ് നബിയുടെ പരിസരത്ത് ഇറങ്ങി വരാറുണ്ട് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അല്ലാഹുവിന്റെ ഹബീബ് ദർസ് കഴിഞ്ഞുകൊണ്ട് വഅദ് കഴിഞ്ഞിട്ട് നടക്കുന്ന ദുആയിൽ പങ്കെടുക്കാൻ മാലാഖമാർ ആമീൻ പറയാൻ വേണ്ടി പറന്നിറങ്ങുമെങ്കിൽ ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ഒരേ സമയം അറിവിന്ദിലാവിന്റെ ഈ സുന്ദരമായ പ്രോഗ്രാമിനെ ലൈവായി കാണുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയാൻ, വഅദ് കഴിഞ്ഞ് നമ്മൾ ദുആ നടത്തുമ്പോൾ, അതല്ലെങ്കിൽ വഅദിന്റെ ഇടയിൽ നമ്മൾ ദുആ നടത്തുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞാൽ അല്ലാഹുവിന്റെ മാലാഖമാർ ആമീൻ പറയുകയും ആ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് വലിയ ഇജാബത്തിന്റെ വഴികൾ അല്ലാഹു നമ്മുടെ മുമ്പിൽ ഫത്ഹാക്കി തരും. എത്രയോ അനുഭവങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് ആ അനുഭവം വരും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വിഷയത്തിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലെ മസ്ജിദ് നബിയിൽ ഇങ്ങനെ വഅദ് പറഞ്ഞു. വഅദ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ദുആ വസിയത്ത് അറിയിക്കാറുണ്ടല്ലോ. ഓരോ സ്വഹാബത്തും ദുആ വസിയത്ത് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിക്കാറുണ്ട്. അല്ലാഹുവിന്റെ ഹബീബേ, എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, തങ്ങൾ ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദുആ വസിയത്ത് ചെയ്യും. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ തന്നെ മദീനയിലെ മസ്ജിദുൻ നബിയിൽ നിന്ന് ദുആ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് അല്ലാഹുവിന്റെ മാലാഖമാർ ആമീൻ പറയാൻ വേണ്ടി ഇറങ്ങി വരുന്ന പരിശുദ്ധമായ മജ്ലിസാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഅദ് കഴിഞ്ഞ് ദുആ നടത്തുമ്പോൾ മാലാഖമാർ ആമീൻ പറയാൻ ഇറങ്ങി വരാറുണ്ട് എന്നാണ്. ഒരു ദിവസം ദുആ ചെയ്യുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ മാലാഖമാരും മദീനയിലെ മസ്ജിദ് നബിയുടെ പുറത്ത് നിൽക്കുകയാണ്. എന്തേ ജിബ്രീലേ നിങ്ങൾ ആമീൻ പറയാൻ വരാത്തത്? എല്ലാ ദിവസവും ഈ വഅദിന്റെ സദസ്സ് കഴിഞ്ഞാൽ നിറകണ്ണുകളോടെ സ്വഹാബത്ത് ആമീൻ പറയുമ്പോൾ ആ ആമീനെല്ലാം പങ്കെടുക്കാൻ നിങ്ങൾ വരാറുണ്ടല്ലോ തങ്ങളെ. ആ പ്രാർത്ഥനകളിലും ആ ആമീനുകളിലും ദുആ ചെയ്യാനും ആമീൻ പറയാനും നിങ്ങൾ പങ്കെടുക്കാറുണ്ടല്ലോ. ഇന്ന് എന്തേ നിങ്ങൾ മാറി നിന്നതെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നബിയേ
ഇന്നത്തെ ദുആയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് നബിയേ. ഇന്നത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയേ. കാരണം പ്രാർത്ഥന നടത്തുന്നത് തങ്ങളാണ് നബിയേ. ഈ കാണുന്ന സ്വഹാബത്തിന് മുഴുവനും മദീനയിലെ സുന്ദരമായ മസ്ജിദ് നബിയിൽ നിന്ന് വഅദ് പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ സുന്ദര പരിശുദ്ധ മജ്ലിസിൽ വെച്ചുകൊണ്ട് മസ്ജിദ് നബിയിൽ വെച്ചുകൊണ്ട് തങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് ആ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ വല്ലാത്ത കൊതിയാണ്, വല്ലാത്ത ആഗ്രഹമാണ്. എന്നാലും എൻ്റെ നബിയേ, ആ മജ്ലിസിൽ അല്ലാഹു തങ്ങൾക്ക് ഇജാബത്ത് തരുന്നുണ്ടല്ലോ. ആ മജ്ലിസിന് അല്ലാഹു നിങ്ങൾക്ക് വലിയ ഇജാബത്ത് തരുന്നുണ്ടല്ലോ. ആ ഇജാബത്ത് എന്ന് നിലനിൽക്കാൻ വേണ്ടി, ആ ഇജാബത്ത് എന്നും നിലനിൽക്കാൻ വേണ്ടി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ഹബീബേ, ഇന്നത്തെ മജ്ലിസിൽ നിന്ന് നിങ്ങൾ ദുആ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ആ മജ്ലിസിലുള്ള പ്രിയപ്പെട്ട സ്വഹാബത്തിനോടൊരു കാര്യം തങ്ങൾ പറയണം നബിയേ. ആയിരക്കണക്കിന് സ്വഹാബത്തുണ്ടല്ലോ, മദീനയിലെ എത്രയോ നിവാസികളുണ്ടല്ലോ, മദീനക്കാർ എത്രയോ ആളുകൾ വന്ന് തങ്ങളെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി ആമീൻ എന്ന് പറയാൻ വേണ്ടി ഈ ഇൽമിന്റെ മജ്ലിസിൽ നിന്ന്, അറിവിന്റെ മജ്ലിസിൽ നിന്ന് പ്രാർത്ഥന നടത്തുമ്പോ അതിന് ആമീൻ പറയാൻ വേണ്ടി മാലാഖമാരെ കാത്തിരിക്കുകയാണല്ലോ, സ്വഹാബത്തെ കാത്തിരിക്കുകയാണല്ലോ, മദീന നിവാസികളെ കാത്തിരിക്കുകയാണല്ലോ. പക്ഷേ ചില കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു ആ മജ്ലിസിന് ഇജാബത്ത് തരൂല. ചില കാരണങ്ങളെ കൊണ്ട് അല്ലാഹു ആ മജ്ലിസിന് ഇജാബത്ത് തരൂല. അല്ലാഹുവിന്റെ ഹബീബിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഞാൻ ചോദിച്ചു ജിബ്രീലേ, എന്ത് കാരണം കൊണ്ടാണ് ജിബ്രീലേ ഈ പരിശുദ്ധ മജ്ലിസിന്റെ ഇജാബത്ത് അല്ലാഹു എടുത്തു കളയാണ്? കാരണം എന്താ? ഈ പരിശുദ്ധമായ ഇൽമ പറയുന്ന മജ്ലിസിൽ മാലാഖമാരെ കാവലുണ്ട് എന്നല്ലേ? ആ മജ്ലിസിന്റെ ഇജാബത്ത് നഷ്ടപ്പെടാൻ കാരണമെന്താ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നബിയേ, ആ മജ്ലിസിൽ കുടുംബങ്ങളോട് പിണങ്ങിക്കഴിയുന്നവരുണ്ട് നബിയേ. അല്ലാഹുവേ, കുടുംബങ്ങളോട് പിണങ്ങിക്കഴിയുന്നവരുണ്ട് തങ്ങളെ. പരസ്പരം കുടുംബബന്ധം മുറിച്ചവരെ, പരസ്പരം കുടുംബബന്ധം തകർന്നടിഞ്ഞവര്, പരസ്പരം കുടുംബത്തോട് യോജിപ്പില്ലാത്ത ആളുകള്, ഭാര്യയോട് പിണങ്ങിയ ഭർത്താക്കന്മാരുണ്ട്, ജ്യേഷ്ഠനനിയന്മാരോട് പിണങ്ങിയ ഭർത്താക്കന്മാരുണ്ട്, പരസ്പരം കുടുംബങ്ങളോട് മിണ്ടാതെ നടന്ന ആളുകള് ആ സദസ്സിലുണ്ട് തങ്ങളെ. അതുകൊണ്ട് നബിയേ, തങ്ങളെ പറഞ്ഞു കൊടുക്കൂ നബിയേ, തങ്ങൾ പറഞ്ഞു കൊടുക്കൂ നബിയേ, തങ്ങൾ പറഞ്ഞു കൊടുക്കൂ നബിയേ. ആ സദസ്സിൽ നിന്ന് കുടുംബത്തോട് പിണങ്ങി കഴിയുന്നവരോട് എഴുന്നേറ്റ് പോകാൻ പറയോ തങ്ങളെ. അവരെ എഴുന്നേറ്റ് പോവാതെ ആ പ്രാർത്ഥനക്ക് അല്ലാഹു ഇജാബത്ത് തരൂല നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോ ആ ജിബ്രീലിന്റെ വാക്ക് കേട്ടിട്ട് സ്വഹാബത്തിനോട് പറയുന്ന, സ്വഹാബ, ആരാണ് സ്വഹാബ? മാലാഖമാരെ ക്ഷാപം വാങ്ങിയവരാരാണുള്ളത്? ഈ സദസ്സില് മാലാഖമാരുടെ ക്ഷാപം വാങ്ങിയവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോവണോ സ്വഹാബ? അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ സദസ്സിലെ മാലാഖമാരുടെ ക്ഷാപം വാങ്ങിയവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണോ സ്വഹാബ? ഉടനെ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബത്ത് ചോദിക്കുന്ന, നബിയേ, ആരാണ് തങ്ങളെ? മൻഹും യാ റസൂലല്ലാഹ്, മൻഹും യാ റസൂലല്ലാഹ്. ആരാണ് നബിയേ, ആരാണ് നബിയേ? ആ മാലാഖമാരെ ക്ഷാപം വാങ്ങിയവ ആരാണ് തങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാലാഖമാരുടെ ക്ഷാപം വാങ്ങിയ ആളുകള് ഈ പരിശുദ്ധമായ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോവണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആ
ആരാണ് നബിയെ ആ ശാപം വാങ്ങിയവരാരാണ് നബിയെ ആ ശാപം വാങ്ങിയവർ ആരാണ് നബിയെ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് അവനെ പെട്ടെന്ന് തിരിച്ചറിയൂല സ്വഹാബാ മാലാഖമാരുടെ ശാപം വാങ്ങിയ ആളുകളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയൂല സ്വഹാബാ കാരണമെന്തെന്നറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മാലാഖമാരുടെ ശാപം വാങ്ങിയ ആളുകളെ ഈ സദസ്സിലുണ്ടാകും സ്വഹാബാ അവൻ നല്ല വസ്ത്രം ധരിച്ചവനാണ് അവൻ തൊപ്പി ധരിച്ചവനാണ് അവൻ താടിയുള്ളവനാണ് അവൻ തലമറച്ചവനാണ് അവൻ സ്വതക കൊടുക്കുന്നവനാണ് സ്വഹാബാ തലമറച്ചവനാണ് പർദ്ദ ധരിക്കുന്നവനാണ് സുഹൃത്തുക്കൾ ജീവിതത്തിൽ ചെയ്യുന്ന പെണ്ണാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് ഖതമ തീർക്കുന്ന പെണ്ണാണ് പള്ളിയിലേക്ക് സംഭാവന കൊടുക്കുന്നവനാ മദ്രസയിലേക്ക് സംഭാവന കൊടുക്കുന്നവരാ അയൽവാസികളെ പരിഗണിക്കുന്നവരാ ഒരുപാട് സുഹൃത്തുക്കൾ ജീവിതത്തിൽ ചെയ്യുന്നവരാണ് എല്ലാം ശരിയാണ് അങ്ങനത്തെ ആളുകളെ കൂട്ടത്തിൽ മാലാഖമാരുടെ ശാപം പേറി നടക്കുന്ന അല്ലാഹുവിന്റെ ശാപം പേറി നടക്കുന്ന ആളുകളുണ്ടെന്ന് മുസ്നബി പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്ന മൻഹും യാ റസൂലല്ലാഹ് ആരാണ് നബിയേ മാ അലാമത്തുഹും യാ റസൂലല്ലാഹ് അവരെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് നബിയേ അവർ അടയാളം എന്താണെന്ന് പറഞ്ഞു തരുമോ നബിയേ മലക്കുകളുടെ ശാപം വാങ്ങി തൊപ്പി ധരിച്ച് നടക്കുന്നവനുണ്ട് നല്ല വസ്ത്രം ധരിച്ചിട്ട് മലക്കിന്റെ ശാപം വാങ്ങി നടക്കുന്നവരുണ്ട് അവർ പാപങ്ങളെ സഹായിക്കുന്നവരാണ് അവർ ജീവിതത്തിൽ ഒരു സുന്നത്തും ഒഴിവാക്കാത്തവരാണ് അവർ ജീവിതത്തിൽ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുന്നവനാണ് പക്ഷേ അല്ലാഹുവിന്റെ മാലാഖമാരുടെ ശാപഭാരങ്ങളെ പാടക്കെട്ടുകളെ തലയിൽ പേറി നടക്കുന്നവനാ وعلامتهم يا رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അടയാളമെന്ന് പറഞ്ഞു തരിക അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് ഫലാ യഖബല അമലൻ അവരിൽ നിന്ന് ഒരു അമലിനെയും അല്ലാഹു കബൂലാക്കൂല അവരുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂല അവരുടെ നോമ്പുകൾ അല്ലാഹു സ്വീകരിക്കൂല അവരുടെ സദഖകൾ ഹജ്ജുകൾ ഉംറകൾ സ്വലാത്തുകൾ സുഹൃതങ്ങൾ ഖുർആൻ പാരായണങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് ചെയ്തു പോയ മുഴുവൻ പ്രവർത്തനങ്ങളെയും അല്ലാഹു വദിരിബൂ അലാ വജ്ഹിഹി അവരുടെ മുഖത്തിലേക്ക് അല്ലാഹുവിന്റെ പരലോകത്തിനെന്ന് എറിഞ്ഞു കൊടുക്കാം സ്വഹാബാ മൻഹും യാ റസൂലല്ലാഹ് അവർ ആരാണ് നബിയേ ആ വിഭാഗം ആരാണെന്ന് മുത്തുനബിയോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ മഹാന്മാരായ സ്വഹാബത്ത് മറുപടി പറയുകയാണ് ആ വിഭാഗം ആരെന്നറിയോ ഖാതിഉർ റഹിമാ അവരെ കുടുംബത്തോടെ പിണങ്ങിക്കഴിയുന്നവരാണ് സ്വഹാബാ അവരെ കുടുംബങ്ങളിൽ നിന്ന് അകന്നു കഴിയുന്നവരാണ് അവൻ ഭാര്യയെ വേദനിപ്പിക്കുന്നവനാണ് അവൻ ഭാര്യയോട് പിണങ്ങിക്കഴിയുന്നവനാണ് അവൻ ഭാര്യയോട് സലാം പറയാത്തവനാണ് അവൻ ഭാര്യക്ക് ഫോൺ വിളിക്കാത്തവനാണ് അവൻ ഭാര്യയോട് മാസങ്ങളായി വർഷങ്ങളായി പിണങ്ങിക്കഴിഞ്ഞവനാണ് കാരണമില്ലാതെ തെറ്റിദ്ധാരണയുടെ പേര് പറഞ്ഞുകൊണ്ട് ഭാര്യയെ വേദനിപ്പിക്കുന്ന ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട പൊന്നുമാരെ അല്ലാഹു നമുക്ക് തന്ന നിഅമത്തല്ലേ ആ ഭാര്യയുടെ മനസ്സിലേക്ക് വേദനിക്കുന്ന വാക്കുകൾ പറഞ്ഞ് ഭാര്യയുടെ കണ്ണുനീര് കുടിപ്പിക്കുന്ന ഭർത്താക്കന്മാരാരാ ഫലായിഖുബല അമലുൽ അവന്റെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല കല്യാണം കഴിച്ചിട്ട് പെണ്ണിന് വേണ്ടത് കൊടുക്കാതെ മുഴുവൻ ഇബാദത്തിലായി ജീവിക്കുന്ന ആളുകളില്ലേ ഏതെങ്കിലും ഒരു ത്വരീഖത്തിൽ കൂടിയിട്ട് കല്യാണം കഴിച്ച പെണ്ണിനെ മൈൻഡ്
ചെയ്യാതെ, ആ പെണ്ണിന് ഭക്ഷണം കൊടുക്കാതെ, ആ പെണ്ണിന്റെ കൂടെ നടക്കാതെ കിടക്കാതെ, ആ പെണ്ണിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെ ആത്മീയതയിലേക്ക് പോകുന്നവരില്ലേ? അല്ലാഹുവേ, പെണ്ണിനെ ആദരിക്കാത്തവനാരാ? പെണ്ണിനെ ബഹുമാനിക്കാത്തവനാരാ? പെണ്ണിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാത്തവനാരാണ്? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ദേഷ്യപ്പെടുന്നവരാരാ? ഭാര്യയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നവനാരാ? ഭാര്യയുടെ മുഖത്തടിക്കുന്നവനാരാ? ഭാര്യയുടെ മനസ്സ് വേദനിക്കുന്ന വാക്ക് പറയുന്നവനാരാ? ഫലാ യുഖ്ബല അമലുൽ അല്ലാഹ്, അവന്റെ ഒരു നമസ്കാരം അല്ലാഹുവിന് വേണ്ട, അവന്റെ നോമ്പുകൾ അല്ലാഹുവിന് വേണ്ട. നിങ്ങൾ നിങ്ങളെ ഭാര്യയോട് പിണങ്ങിയിട്ട് എത്ര നമസ്കരിച്ചിട്ടും കാര്യമില്ല. നിങ്ങളെ ഭാര്യയോട് പിണങ്ങിയിട്ട് നോമ്പെടുത്തിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. നിങ്ങളെ ഭാര്യയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഏത് വലിയ പ്രവർത്തനം ചെയ്താൽ അല്ലാഹു ആ പ്രവർത്തനങ്ങൾ സ്വീകരിക്കൂല. അല്ലാഹു കുടുംബജീവിതത്തിന് നൽകിയ ഭദ്രത എത്രയാണ് പ്രിയപ്പെട്ടവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദസ്സിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, മാഷാ അല്ലാഹ്, ആ സദസ്സിൽ കുടുംബങ്ങളോടെ പിണങ്ങിക്കഴിയുന്ന, ഭാര്യയോടെ പിണങ്ങിയ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ പേര് വെളിപ്പെടുത്തിയില്ല. ആ ചെറുപ്പക്കാരന്റെ പേര് വെളിപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മടി. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെയാണല്ലോ ശരിക്കും വിശ്വാസികൾ വേണ്ടത്. ഇപ്പൊ ആരെങ്കിലും തെറ്റ് ചെയ്താൽ എന്താ ചെയ്യാ? ഉടനെ നമ്മളത് ഇങ്ങനെ ക്യാമറ എടുക്കും, അതൊക്കെ അങ്ങനെ സൂം ചെയ്ത് അങ്ങനെ സൂപ്പറാക്കിയിട്ട് ഇങ്ങനെ നല്ല ക്ലാരിറ്റിയിൽ ക്യാമറ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ തട്ടുക. യൂട്യൂബിലേക്ക്, ഫേസ്ബുക്കിലേക്ക്, ടെലഗ്രാമിലേക്ക് അങ്ങനെ തട്ടുക. ഇപ്പൊ ടെലഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും അറിയാത്തവരാരുമില്ലല്ലോ, അല്ലേ? എല്ലാവർക്കും അറിയാം. പറഞ്ഞു വരുന്നത് ഇപ്പൊ അതാണ്. ഇപ്പൊ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അത് ശരിയാണോ ഇല്ലയോ എന്ന് നോക്കണ്ട. അല്ലാഹുവേ, എന്തെങ്കിലും ഒരു ചെറിയ ന്യൂസ് കിട്ടിയാൽ മതി, എന്നാ പിന്നെ അതിന്റെ പിന്നാലെ തന്നെ അത് തന്നെ മതി. അതിങ്ങനെ ഷെയർ ചെയ്തിട്ടും അതിനിങ്ങനെ ലൈക്ക് അടിച്ചിട്ടും അതിലിങ്ങനെ കമന്റ് അടിച്ചിട്ടും അങ്ങനെയാണല്ലോ. ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ പേര് വെളിപ്പെടുത്തിയില്ല നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് സ്വഹാബത്തിന് എല്ലാവരോടും പറയണം, സ്വഹാബ, ഈ കൂട്ടത്തിൽ അങ്ങനെ ഒരാളുണ്ട്, ആളെ പേര് മുത്തുനബി പറഞ്ഞില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മുത്തുനബിയുടെ ആ ഒരു സുഹൃതം നിറഞ്ഞ ജീവിതം. നേരെ മറിച്ച് അത്രയും സദസ്സിൽ നിന്ന് നീ എഴുന്നേറ്റ് പോടാ, നീ ഗെറ്റ് ഔട്ട്, നീ പുറത്തു പോയെന്ന് മുത്തുനബി ആ സുഹാബിയോട് പറഞ്ഞാലോ പിന്നെ ആ സുഹാബിയുടെ മനസ്സ് വേദനിക്കൂലേ? ആരെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് അവരെങ്ങനെ വല്ലാതെ വഷളാക്കല്ലേ വേണ്ടത്. അവന് മനസ്സിലാകും വേണം, എന്നാ മറ്റുള്ളവർക്ക് മനസ്സിലാവരുത് ഇതാരാന്നുള്ളത്. അങ്ങനെയാവണം. നമ്മൾ ഒരു സദസ്സിൽ നിന്ന് ഒരാളെ നമ്മൾ ഉപദേശിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പറയരുത് എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെ കുടുംബബന്ധം വിച്ഛേദിച്ച ഭാര്യയോടെ പിണങ്ങി വന്ന ചെറുപ്പക്കാരനെ സദസ്സിലുണ്ട്. അല്ലാഹുവിന്റെ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമെ മെസ്സേജ് എനിക്ക് തന്നിട്ടുണ്ട്, സ്വഹാബ, ഈ സദസ്സിലുണ്ട് നബിയേ, ഈ സദസ്സിലുണ്ട് മുത്ത് തങ്ങളെ. തങ്ങളുടെ സദസ്സിൽ കുടുംബ വഴക്കിന് കാരണക്കാരനായ ഭാര്യയോടെ പിണങ്ങിയിട്ട് വന്ന ഒരു ചെറുപ്പക്കാരനെ സദസ്സിലുണ്ട് നബിയേ. പറയുക നബിയേ, ആ ചെറുപ്പക്കാരനോട് ഭാര്യയോട് എന്ന മാപ്പ് പറയണം നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബ, ആരാണ് സ്വഹാബ? കുടുംബത്തോടെ പിണങ്ങിക്കഴിഞ്ഞവനെ സദസ്സിലുണ്ടല്ലോ സ്വഹാബ. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ വച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ഇന്ന അഅമാല ബനി ആദമ തുറല കുല്ല ഖമീസ് വലൈലത്തുൽ ജുമുഅ. മദീനയിലെ മസ്ജിദുൻ നബിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ്. ഓരോ മനുഷ്യന്റെയും ഇബാദത്തുകളെ ആരാധനകളെ ഓരോ വെള്ളിയാഴ്ച രാവിലെ മാലാഖമാരെ അല്ലാഹുവിലേക്ക് ഉയർത്തുമെന്നാണ്. അവന്റെ സുഹൃതങ്ങളെ, അവന്റെ ഇബാദത്തുകളെ, അവന്റെ നമസ്കാരങ്ങളെ മാലാഖമാര് ഓരോ വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമെന്നാണ്. പക്ഷേ അല്ലാഹു വെള്ളിയാഴ്ച രാവിലെ മലക്കുകളോട് പറയും, മലക്കുകളെ എൻ്റെ അടിമകളുടെ ഇബാദത്തുകൾ നിങ്ങളെ കൊണ്ടുവരിക, എൻ്റെ അടിമകളുടെ സുഹൃതങ്ങളെ നിങ്ങളെ കൊണ്ടുവരിക, എൻ്റെ അടിമകൾ ചെയ്ത നന്മകളെ എന്നിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. അങ്ങനെ മാലാഖമാർ എല്ലാ അടിമകളുടെയും അമലുകളെ വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ചിട്ട് അല്ലാഹു പറയുന്നൊരു വാക്കുണ്ടേ, ഈ കൂട്ടത്തിൽ ഭാര്യയോട് പിണങ്ങിയവൻ ആരാ? ഈ കൂട്ടത്തിൽ ഭർത്താവിനോട് പിണങ്ങിയവൾ ആരാ? ഭാര്യയുടെ ഉമ്മയോട് വാപ്പയോട്, ഭർത്താവിന്റെ ഉമ്മയോട് വാപ്പയോട്, കൂട്ടുകുടുംബങ്ങളുമായി അകന്നു കഴിയുന്നവൻ ആരാ? അവന്റെ അമല് ഞാൻ സ്വീകരിക്കൂല, അവന്റെ അമല് ഞാൻ കബൂലാക്കൂല. അവന്റെ അമലുമായിട്ട് ഇങ്ങോട്ട് വരണ്ട. കുടുംബ ബന്ധം വിച്ഛേദിച്ചവന്റെ അമലുമായിട്ട് നിങ്ങളാരും ഇങ്ങോട്ട് കടന്നു വരണ്ട. അവന്റെ നമസ്കാരം എനിക്ക് കാണണ്ട, അവന്റെ നോമ്പുകൾ എനിക്ക് കാണണ്ട. അതെല്ലാം മാറ്റിവെക്കുക, അതെല്ലാം പെൻഡിങ്ങിൽ വെക്കുക. എപ്പോഴാണോ അവൻ കുടുംബത്തോട് നന്നാകുന്നത്, എപ്പോഴാണോ അവൾ ഭർത്താവിനോട് മിണ്ടുന്നത്, എപ്പോഴാണോ അവൻ ഭാര്യയോട് മിണ്ടുന്നത്, എപ്പോഴാണോ കുടുംബ ബന്ധത്തിൽ പിണങ്ങിയവരോട് അവരെ മിണ്ടാൻ പോകുന്നത്, ആ സമയത്ത് മാത്രം നിങ്ങൾ കൊണ്ടുവരിക. അല്ലാഹു മലക്കുകളോട് പറയാം, ജസ്റ്റ് അതങ്ങ് മാറ്റി വെക്കി, അത് നമുക്ക് പിന്നെ വിചാരണ ചെയ്യാം. ബാക്കിയുള്ള അമലുകളൊക്കെ കൊണ്ടുവരി. കുടുംബത്തോട് പിണങ്ങിക്കഴിയുന്നവന്റെ അമല് ഇങ്ങോട്ട് കൊണ്ടുവരരുത്. അള്ളാഹു പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, ഫലാ യുഖ്ബലു അമലു ഖാതിഅ റഹിമിൻ, കുടുംബ ബന്ധം മുറിച്ചവന്റെ ഇബാദത്ത് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അത് ഞാൻ മൈൻഡേ ചെയ്യൂല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഇനി ഞാൻ ചോദിക്കട്ടെ, അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, കുടുംബങ്ങളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്, പിണക്കങ്ങൾ സ്വാഭാവികമാണ്, ചർച്ചകൾ സ്വാഭാവികമാണ്, തർക്കങ്ങൾ സ്വാഭാവികമാണ്. സ്വത്തു തർക്കത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്തവരുണ്ടാവാം. അതല്ലെങ്കിൽ സാമ്പത്തികമായ വിഷയങ്ങളുടെ പേരിൽ, കുടുംബ വഴക്കിന്റെ പേരില്, അമ്മായിമ്മ മരുമക്കള് തമ്മില്, ഭാര്യ ഭർത്താക്കന്മാര് തമ്മില്, ജ്യേഷ്ഠ സഹോദരന്മാര് തമ്മില് പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്. അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു ഇബാദത്തുകളെ സ്വീകരിക്കാതെ തട്ടിക്കളയുന്ന വിഭാഗമുണ്ടല്ലോ, ആ വിഭാഗത്തിൽ ഞാനും നിങ്ങളും പെടുമോ ചെറുപ്പക്കാരാ? അറിവിന്നിലാവെ കേൾക്കുന്ന ഈമാനുള്ള ഓരോ ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും ഓരോ ബാപ്പമാരോടും ഉമ്മമാരോടും മനസ്സ് നിറഞ്ഞ് ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ശരീരത്തോട് ഞാൻ ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ ആ വിഭാഗത്തില് നമ്മളെ പെടുമോ ചെറുപ്പക്കാരാ? അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ ആ വിഭാഗത്തില് നമ്മളെ പെടുമോ പെങ്ങളെ? ഇത് വിഷയം ഡേഞ്ചർ അല്ല മോനെ, ഇത് വിഷയം സങ്കടമല്ല മോളെ. ആരെങ്കിലും പിണങ്ങിക്കഴിയുന്നത് കണ്ടിട്ട് നമുക്ക് പിണങ്ങിക്കഴിയാൻ പറ്റുമോ ചെറുപ്പക്കാരാ? എത്ര കുടുംബങ്ങളാണ് തമ്മിൽ പിണങ്ങിക്കഴിയുന്നത്? എത്ര ഭാര്യയും ഭർത്താക്കന്മാരുമാണ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിക്കഴിഞ്ഞത്? മറുപടി പറയണ്ട മോനെ, മറുപടി പറയണ്ട മോളെ. അല്ലാഹുവിന്റെ
പരലോകത്ത് വെച്ച് മാലാഖമാര് വിചാരണ ചെയ്യുമ്പോ ഭാര്യയും ഭർത്താവും തമ്മിൽ കണ്ടാല് തിരിച്ചറിയാത്ത ലോകം വരുന്നുണ്ട്. മറക്കല്ലേ, ഇവിടന്ന് തോളിൽ കൈയിട്ട് നടന്ന ചങ്ക് പ്രോകൾ കൂട്ടുകാര് അല്ലാഹുവിന്റെ പരലോകത്തെത്തുമ്പോ തിരിച്ചറിയൂല. അവൾ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവനോട് മിണ്ടണ്ട, അവളോട് മിണ്ടണ്ട, അവനെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞ് ഈ ദുനിയാവിൽ നിന്ന് പരസ്പരം പിണക്കങ്ങൾക്ക് ആഴം കൂട്ടിയവരില്ലേ? ഈ ദുനിയാവിലുള്ള കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്ക് തിരികൊടുത്തവരില്ലേ? അല്ലാഹുവിന്റെ മാലാഖമാരെ പരലോകത്ത് വെച്ച് മാറ്റിവെക്കുന്നതിന് മുമ്പേ നമ്മുടെ മനസ്സിലെ തിന്മകൾ മാറ്റിവെക്കുക. നമ്മെ അല്ലാഹു പരലോകത്ത് വെച്ച് മാറ്റിവെക്കുന്നതിന്റെ മുമ്പേ അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തിലേക്ക് മാലാഖമാര് വലിച്ചെറിയുന്നതിന്റെ മുമ്പേ ഈ ദുനിയാവിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങണം ചെറുപ്പക്കാരാ. ആരെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, ആരെയും ഞാൻ പരിഹസിക്കുകയല്ല കേട്ടോ. അറിവിന്നിലാവ് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഓൺലൈനിലൂടെ ലൈവായി കേട്ടുകൊണ്ടിരിക്കല്ലേ. നമ്മുടെ കുടുംബം നരകത്തിലെത്താൻ പാടില്ല. أنفسكم وأهليكم نارا وقودها الناس والحجارة. അല്ലാഹുവിന്റെ നരകം സൂക്ഷിക്കണേ ഉമ്മത്തെ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യനും കല്ലുകളുമാണ്, മനുഷ്യനും കല്ലുകളുമാണ്. എങ്ങനത്തെ മനുഷ്യരാണെന്നറിയോ? കുടുംബങ്ങളോടെ പിണങ്ങിക്കഴിയുന്ന മനുഷ്യരാണ്. അല്ലാഹുവേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണം അല്ലാ. തെറ്റിദ്ധാരണയുടെ പേരിൽ പരസ്പരം പിണങ്ങിക്കഴിയുന്ന കുടുംബങ്ങളുണ്ട്. അല്ലാഹുവേ, ആ തെറ്റിദ്ധാരണകളൊക്കെ നീ മാറ്റിക്കൊടുക്കണം അല്ലാ. ആ കുടുംബത്തിൽ സമാധാനം കൊടുക്കണമല്ലാ. ആ കുടുംബത്തിൽ നീ ഇണക്കം നൽകണേ റബ്ബേ. പലരും പറയും ഉസ്താദേ, എത്രയോ തവണ ഞങ്ങൾ അങ്ങോട്ട് മിണ്ടാൻ പോയിട്ടുണ്ട്, എത്രയോ തവണ ഞങ്ങൾ അങ്ങോട്ട് മിണ്ടാൻ പോയിട്ടുണ്ട്. അവരിങ്ങോട്ട് പിണങ്ങിയിട്ടല്ലേ ഉസ്താദേ, അവരിങ്ങോട്ട് പിണങ്ങിയിട്ടല്ലേ ഉസ്താദേ. നമ്മുടെ വാഗ നമ്മൾ ക്ലിയർ ആക്കണം ചെറുപ്പക്കാരാ, നമ്മുടെ വാഗ നമ്മൾ ക്ലിയർ ആക്കണം പെങ്ങളെ. നമ്മളോടിങ്ങോട്ട് പിണങ്ങിയാൽ നമ്മളങ്ങോട്ട് ഇണങ്ങുക. നമ്മളെപ്പറ്റി ഗീബത്തും നമീമത്തും പറഞ്ഞു നടക്കുന്നവരുണ്ട്. പരസ്പരം ചില ആളുകൾ കുടുംബ ബന്ധങ്ങളെ നിഷ്കളങ്കമാക്കാൻ വേണ്ടി, കുടുംബ ബന്ധങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി പലരും പലതും പറഞ്ഞു നടക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ നമ്മുടെ സമീപത്ത് വന്നിട്ട് നമ്മുടെ ജ്യേഷ്ഠനെ കുറിച്ച് മോശമായി പറഞ്ഞേക്കാം. നിങ്ങളും നിങ്ങളെ ജ്യേഷ്ഠനും ഒരുമിച്ച് നടക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളെ, നിങ്ങളുടെയും നിങ്ങളെ ജ്യേഷ്ഠന്റെ ഇടയിലും പിണക്കമുണ്ടാക്കാൻ വേണ്ടി പലരും പലതും പറഞ്ഞു നടത്താൻ സാധ്യതയുണ്ട്. അതിലൊന്നും വഞ്ചിതരാവില്ല ഉമ്മത്തെ. നിങ്ങളും നിങ്ങളെ ഭാര്യയും തമ്മിൽ ഇണങ്ങി നടക്കുന്നത് കാണാൻ കഴിയാതെ അസൂയ എന്ന മാരകമായ രോഗത്തിലൂടെ മഞ്ഞപ്പിത്തം തലക്ക് പിടിച്ച ചില ദുർബുദ്ധിയുള്ള ആളുകളെ ഭാര്യ ഭർത്താക്കന്മാരെ ഇടയിലെ പിണക്കാൻ വേണ്ടി പലതും പറഞ്ഞു നടക്കുന്നുണ്ട്. ചതിയിൽ പെടല്ല ചെറുപ്പക്കാരാ, ഭാര്യയെ കുറിച്ച് തെറ്റിദ്ധരിക്കല്ല ചെറുപ്പക്കാരാ, ഭർത്താവിനെ കുറിച്ച് തെറ്റിദ്ധരിക്കല്ല ചെറുപ്പക്കാരാ. ഭാര്യയുടെ ഉമ്മയെ കുറിച്ച്, ഭാര്യയുടെ വാപ്പയെ കുറിച്ച്, ഭർത്താവിന്റെ ഉമ്മ വാപ്പയെ കുറിച്ച്, മരുമകളെ കുറിച്ച്, മരുമകനെ കുറിച്ചിട്ട് തെറ്റിദ്ധാരണകൾ മനസ്സിന്റെ അകത്ത് കൊണ്ടുവരണ്ട. ആ തെറ്റിദ്ധാരണ വരുമ്പോഴാണ് പിന്നെ മനസ്സിന് സംശയങ്ങൾ വരുന്നത്. ആ തെറ്റിദ്ധാരണ വരുമ്പോഴാണ് പിന്നെ മനസ്സിന് ദുർചിന്തകൾ വരുന്നത്. പരസ്പരം പിണങ്ങാത്ത വിട്ടുവീഴ്ചയുടെ ഒരു നല്ല മനസ്സിന്റെ ഉടമകളായിട്ട് ഞാനും നിങ്ങളും മാറുമ്പോഴാണ് കുടുംബ ജീവിതത്തിന്റെ, ആ കുടുംബ സന്തോഷ ജീവിതത്തിന്റെ, സ്നേഹ കുടുംബത്തിന്റെ ഭദ്രത നമ്മുടെ കൈകളിൽ ഒതുങ്ങുന്നതെന്ന് മറന്നു പോവല്ലേ. ആരോടും പിണങ്ങരുത് നമ്മള്.
ഇത് ഭർത്താക്കന്മാർക്ക് മാത്രം ബാധകമല്ല. ഇത് ഭർത്താക്കന്മാരെ മാത്രം നോക്കേണ്ട കാര്യമാണോ? ഭർത്താക്കന്മാരെ ഭാര്യയോടെ പിണങ്ങരുത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഭാര്യമാര് തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഭാര്യമാര് തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഭർത്താക്കന്മാരോട് പിണങ്ങിക്കയ്യരുത് നിങ്ങള്. ഭർത്താവിനെ സംശയിക്കരുത് നിങ്ങള്. ഭർത്താവിന്റെ പേരിൽ ആരെങ്കിലും തെറ്റിദ്ധാരണയുടെ മെസ്സേജ് അയച്ചാൽ, ഭർത്താവിന്റെ പേരിൽ ആരെങ്കിലും തെറ്റിദ്ധാരണയുടെ ചുവയുള്ള വാക്കുകൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഭർത്താവിന്റെ വിശ്വാസമില്ലേ പെങ്ങളെ? പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് പാവപ്പെട്ട ഭർത്താവിനോട് പിണങ്ങിക്കഴിയരുതേ. അത് നിങ്ങളെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ തുടക്കമായിരിക്കുമെന്ന് മറന്നു പോവണ്ട. ആരോടും പിണങ്ങരുത്. നമ്മൾ ആരോടും പിണങ്ങരുത്. മുമ്പ് ജീവിതത്തിൽ എന്നല്ല ഒരാളോടും നമ്മൾ പിണങ്ങരുത്. കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താ? 3 ദിവസത്തിലേറെ നിങ്ങൾ ഒരാളോടും പിണങ്ങിക്കഴിയരുത്. 3 ദിവസത്തിലേറെ ഒരാളോടും നിങ്ങൾ പിണങ്ങിക്കുക. അപ്പൊ 3 ദിവസം പിണങ്ങാൻ പറ്റുമോ? 3 ദിവസം പിണങ്ങിയതിന്റെയും ഇബാദത്തുകൾ അള്ളാഹു അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പൊ 3 ദിവസം പിണങ്ങാം, 4ാമത്തെ ദിവസം ഉണ്ടാ. അപ്പൊ ഭാര്യയുടെ കുറ്റിക്കൊന്ന് കൊടുക്കുക, ഒരു കിക്കട ഇട്ട് കൊടുക്കുക. എന്നിട്ട് 3 ദിവസം അവളോട് മിണ്ടാതിരിക്കുക. എന്നിട്ട് 4ാം ദിവസം വന്നിട്ട് ചക്കരേ എന്ന് പറഞ്ഞിട്ട് മിണ്ടുക. അല്ലെങ്കിൽ ഭർത്താവിനൊന്ന് കൊടുക്കുക. എന്നിട്ട് 3 ദിവസം തെറ്റിയിട്ട് 4ാമത്തെ ദിവസം വന്നിട്ട് ഹായ് എന്ന് പറഞ്ഞിട്ട് അവരോട് മിണ്ടുക. അപ്പൊ അങ്ങനെയാണോ? 3 ദിവസത്തിലേറെ മിണ്ടരുത് എന്ന് പറഞ്ഞാൽ എന്താ? 3 ദിവസം മിണ്ടാ തെറ്റി നിൽക്കുക, എന്നിട്ട് 4ാം ദിവസം മിണ്ടാന്നാ? അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ നല്ല സുഖല്ലേ? അങ്ങനെയല്ല. 3 ദിവസം പിണങ്ങരുത് എന്ന് പറഞ്ഞാൽ ആ 3 ദിവസം നിങ്ങൾ പിണങ്ങിക്കഴിഞ്ഞാൽ 3 ദിവസത്തെ ഇബാദത്തുകൾ അള്ളാഹു മാറ്റിവെക്കുമെന്നാണ്. അള്ളാഹുവേ അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. അത് നമ്മൾ അറിയണം. 3 ദിവസം നമ്മൾ ഒരാളോട് പിണങ്ങി, ആ 3 ദിവസത്തെ ഇബാദത്ത് അള്ളാഹു ഇങ്ങനെ മാറ്റിവെക്കും. ഇനി നമ്മൾ പിണങ്ങുന്നുണ്ടോ, ഇനി നമ്മൾ ശരിയാവുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണല്ലോ മഹാനായ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന പരിശുദ്ധമായ ഹദീസ് നോക്കിയേ നിങ്ങള്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാ ഫൗക സലാസ്. എന്തിന്റെ പേരിലാണെങ്കിലും 3 ദിവസത്തിനേക്കാൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് പിണങ്ങിക്കഴിഞ്ഞാൽ അനുവാദമില്ല എന്ന് മദീനയുടെ പൂനിലാവ് നബി മുഹമ്മദ് മുസ്തഫ. അൽത ഉമ്മുൽ അംനബോ മാറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖച്ചുയാ സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 ദിവസത്തിനേക്കാൾ നിങ്ങൾ മുസ്ലിമീങ്ങളോട് പരസ്പരം പിണങ്ങിക്കഴിഞ്ഞാൽ ലാ യഹില്ലു, അത് അനുവദനീയമല്ല എന്നാണ്. അങ്ങനെ പിണങ്ങിക്കഴിയാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ നിങ്ങൾക്ക് അവകാശം തരില്ല. അങ്ങനെ ആരെങ്കിലും പിണങ്ങിയവരുണ്ടെങ്കിൽ വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം. അങ്ങനെ പിണങ്ങിയ ആളുകളിൽ നിന്ന് പിന്നെ അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ആരാണോ ആദ്യമായി സലാം പറഞ്ഞ് മിണ്ടുന്നവൻ അവനെയാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ മഹബ്ബത്ത് വെക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും പിണക്കം കൂടുതൽ നീളരുത് എന്നാണ്. പിണക്കം എന്താവാൻ പാടില്ല, കൂടുതൽ നീളരുത്. ഈ പിണക്കൊക്കെ സ്വാഭാവികമാണ്. എല്ലാവരുടെ ഇടയിലും പിണക്കുണ്ടാവും അല്ലേ? പിണക്കം ചിലപ്പോഴൊക്കെ പിണങ്ങുമ്പോഴാണ് പിന്നെ എന്തുണ്ടാകുക, സ്നേഹം കൂടുതൽ ഉണ്ടാകുക. അതെങ്ങനെയാണല്ലോ, എപ്പോഴും ഇങ്ങനെ സ്നേഹത്തിൽ ജീവിച്ചാൽ മതി. ഇടക്കൊക്കെ ഒന്ന് കൊടുക്കണ്ടേ, ഇടക്കൊക്കെ ഒന്ന് പിണങ്ങുക, എന്നിട്ടൊന്നും മിണ്ടുക, അപ്പോഴൊരു രസമാണല്ലോ. പക്ഷേ എന്ത് വേണം, ഒന്ന് ചില ആളുകളുണ്ട് ഒന്ന് തോണ്ടിയാൽ മതി,
ഒന്ന് തോണ്ടിയാൽ മതി. എന്നാൽ 3 ദിവസത്തിന് ഒരു കണക്കുമില്ല. 3 ദിവസത്തിന് പിന്നെ തീരെ മിണ്ടൂല. ഒന്ന് തോണ്ടിയാൽ മതി. എന്നാ പിന്നെ ചട്ടിയും കുടിക്കൊക്കെ എടുത്ത് വേഗം വീട്ടിൽ പോകും ചില ഭാര്യമാരെ. അങ്ങനെയൊന്നല്ല. അങ്ങനെ ആവരുത്. ചില ഭാര്യമാര് ഭർത്താക്കന്മാരോട് ഒന്ന് തമാശക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ഉടനെ തന്നെ കള്ളിമുണ്ടൊക്കെ തലയിൽ കെട്ടിയിട്ട് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോവുക. അങ്ങനത്തെ സ്വഭാവം ഒന്നും ഉണ്ടാവരുത്. വിട്ടുവീഴ്ച ചെയ്യണം. വിട്ടുവീഴ്ചയാണ് ജീവിതത്തിന്റെ വിജയമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്ക സ്വലാത്തിൽ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കുടുംബജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നവരെ പഠിച്ചുകൊള്ളുക. വതഅഫു അമ്മൻ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യണേ സ്വഹാബാ. പരസ്പരം നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ്. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, ജ്യേഷ്ഠ സഹോദരന്മാര് തമ്മില് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ്. വിട്ടുവീഴ്ച ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അല്ലാഹു വലിയ വിജയം കൊടുക്കുമെന്നാണ്. യഥാർത്ഥ സ്നേഹം ഉണ്ട് എന്നാൽ പിന്നെ ചെറുസൂചിതോരവും മതിവിശാലം തന്നെ. വൈരാഗ്യമെങ്കിൽ കണ്ടതൊക്കെ ഞെരുക്കമാ, പ്രവിശാലമായൊരു ഭൂമി പോലും ഇടുക്കമാ. യഥാർത്ഥ സ്നേഹം ഒരാൾക്കുണ്ടെങ്കിൽ ചെറുസൂചിതോരവും മതിവിശാലം തന്നെ. അല്ലാഹുവേ, സൂചിയുടെ ദൂരം കണ്ടിട്ടില്ലേ? ചെറിയ ദൂരമാണ്. സ്നേഹമുള്ളായി ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ചെറിയൊരു പ്രശ്നമുണ്ടെങ്കിലും അതവരെ കുടുംബജീവിതത്തിൽ ബാധിക്കൂല. അതവരെ കുടുംബജീവിതത്തിൽ ആ സങ്കടം അനുഭവിക്കൂല. തഴവ ഉസ്താദ് പറയട്ടെ, ഉലക്കപ്പുറം മതി സോദര ഉറക്കത്തിന്, ഒത്തൊരുമ വേണോ മൊത്ത വേണ്ട സുഖത്തിന്. പല ചെറിയ നൂലും നച്ച് ചേർന്നത് കൊണ്ട് ലഭിക്കുന്നു നമ്മൾ കിന്നിടുക്കാൻ മുണ്ട്. ഉലക്കപ്പുറം മതി സോദരാ ഉറക്കത്തിന്, ഒത്തൊരുമ വേണോ മെത്ത വേണ്ട സുഖത്തിന്. ഒരുമയുള്ള കുടുംബജീവിതമാണോ? ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യുന്ന കുടുംബജീവിതമാണോ? ആ കുടുംബജീവിതത്തിലെ വല്ലാത്ത സന്തോഷമാണ്. നമ്മൾ പറയില്ലേ, ഒരുമുണ്ടെങ്കിൽ ഓലക്കയിലും കടക്കാം അല്ലേ? അതെങ്ങനെ ഉസ്താദെ ഒലക്കമ്മ കടക്കാം? ഒലക്കമ്മ കടക്കാൻ പറ്റുമോ? അതൊരു പഴഞ്ചൊല്ലാണ്. അല്ലേ? ഒരുമ ഉണ്ടെങ്കിൽ ഒലക്കയിലും കടക്കാം. അതാണ് ഒലക്കപ്പുറം മതി സോദരാ ഉറക്കത്തിന്, ഒത്തൊരുമ വേണം മെത്ത വേണ്ട സുഖത്തിന്. വിട്ടുവീഴ്ച ചെയ്യുന്ന ഭാര്യയും ഭർത്താവുമാണെങ്കിൽ, വിട്ടുവീഴ്ച ചെയ്യുന്ന ജ്യേഷ്ഠ സഹോദരങ്ങളാണെങ്കിൽ അവരൊരുമയുണ്ടെങ്കിൽ ഉലക്കയിലും കിടക്കാമെന്നാണ്. ഒരുമയില്ലെങ്കിലോ ഉലക്ക കൊണ്ടും പെരുമാറാം. അപ്പൊ ഒരുമയുണ്ടെങ്കിൽ ഉലക്കയിലും കടക്കാം. അത് ആ ഒരു ഒരുമയാണ് നമുക്ക് വേണ്ടത്. യോജിപ്പ വൈക്കിൽ ലാതവെന്നാൽ പിന്നെ കഴിക്കുന്നതെങ്ങനെയാ വിശപ്പിന് തന്നെ. ഭാര്യയോട് യോജിപ്പില്ലാത്ത ഭർത്താവാണെങ്കിൽ ആ ഭാര്യ നിങ്ങൾക്ക് പിന്നെ എന്ത് വേവിച്ചു തന്നാലും നിങ്ങളെ വിശപ്പ് മാറൂല. അതുപോലെ കല്ലോ ചരല് മേറ്റില് കട്ടയോ ചേർത്തല്ലയോ എന്നുള്ള കെട്ടിടമൊക്കെയോ. ഒരു കെട്ടിടം കണ്ടിട്ടില്ലേ നിങ്ങള്? ആ കെട്ടിടത്തിൽ സിമന്റ് ഉപയോഗിക്കാറുണ്ടല്ലോ. തറ കെട്ടണമെങ്കിൽ, ചുമര് കെട്ടണമെങ്കിൽ, ഒരു കെട്ടിടം പണിത് ഉണ്ടാക്കണമെങ്കിൽ അതിൽ ചുമര് വെക്കണമെങ്കിൽ സിമന്റ് വേണമല്ലോ, കല്ല് വേണമല്ലോ. അല്ലാഹു
അല്ലാഹുവേ ഇരുമ്പ് വേണമല്ലോ. ഇതെല്ലാം യോജിച്ചു നിൽക്കുമ്പോഴാണ് ആ കെട്ടിടത്തിന്റെ കെട്ടിറപ്പുള്ളത്. അതുപോലെ കല്ലോ ചരല് മേറ്റല് കട്ടയോ ചേർത്തല്ലയോ ഇന്നുള്ള കെട്ടിടമൊക്കെയോ ഇവ മുഴുവനും ഭിന്നിച്ചിരുന്നാൽ പിന്നെ വാസസ്ഥലത്തിന് മാർഗമെന്താ പൊന്നേ. ഈ കെട്ടിടത്തിലുള്ള സിമന്റുകളും കല്ലുകളും ചുമരുകളുമെല്ലാം പരസ്പരം ഛിന്ന ഭിന്നമായി കഴിഞ്ഞാൽ ആ കെട്ടിടത്തിന്റെ നിലനിൽപ്പില്ലല്ലോ. അതുപോലെയാണ് കുടുംബജീവിതമെന്ന് നമ്മൾ മറന്നു പോവല്ലേ പെണ്ണേ. നിങ്ങൾ കുടുംബജീവിതത്തിന്റെ തൂണാണ് വാപ്പാ. നിങ്ങൾ കുടുംബജീവിതത്തിന് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ തണലേകുന്ന ടെറസാണ്. മറക്കല്ലേ മക്കളെ. വീടിന്റെ അലങ്കാരങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വീടിന്റെ അലങ്കാരങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ അലങ്കാരങ്ങളാണ് കുടുംബജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ്. നിങ്ങൾ ഉണങ്ങാൻ പാടില്ല. നിങ്ങളെ പിണങ്ങിക്കഴിഞ്ഞാല് പിന്നെ ആ കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാവൂല. അപ്പൊ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം. രണ്ട് കൈയ്യതേ നോക്കിയേ, ഇങ്ങനെ കൊട്ടുമ്പോഴാണ് വോയിസ് വരും, ഇങ്ങനെ കൊട്ടുമ്പോഴാണ് ശബ്ദം ഉണ്ടാവുക അല്ലേ? അപ്പൊ ഒരു കൈ ഇങ്ങനെ വരുമ്പോ ഒരു കൈ ഇങ്ങനെ മാറിക്കൊടുത്താലോ അപ്പൊ എന്താവും? പ്രശ്നമാവും അല്ല? പ്രശ്നം ഉണ്ടാവൂല. ഒരു കൈ ഇങ്ങനെ കൊട്ടുമ്പോ ഒരു കൈ ഇങ്ങനെ മാറിക്കൊടുത്തു അപ്പൊ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. രണ്ട് കൈ ഇങ്ങനെ ഒരുമിച്ച് കൊട്ടുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാം. ഞാൻ ഇവിടുന്ന് ആരടാ, ഞാനിടാ, നീ ആരടാ, ഞാൻ എന്നടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആവുകയാണെങ്കിലോ പിന്നെ ആ കുടുംബ ജീവിതത്തിൽ എന്ത് സമാധാനം, പിന്നെ എന്ത് റാഹത്ത്, പിന്നെ എന്ത് സന്തോഷം? അങ്ങനെയാവരുത്. വിട്ടുവീഴ്ച നമുക്ക് നിർബന്ധമാണ്. വിട്ടുവീഴ്ച വേണമെന്നാണ്. ഭാര്യ പിണങ്ങി കഴിഞ്ഞാല്, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, ഭാര്യ നമ്മളോട് പിണങ്ങി, അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഭാര്യ പിണങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാം? അപ്പൊ ഭാര്യയോട് ചെന്നിട്ട് സാരല്ല പോട്ടെ എന്ന് പറയാം. എന്നിട്ടും ഭാര്യ മിണ്ടുന്നില്ല. നിങ്ങളൊരു ഐഡിയ ഐ ലവ് യു ഡാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് തോണ്ടി കൊടുത്താൽ മതി. ഏത് മയങ്ങാത്ത ഭാര്യ മയിലും മയങ്ങും. അതങ്ങനെയാണ്. ആ ഐ ലവ് യു എന്നുള്ള വാക്കൊക്കെ ഭാര്യയോടെ ഉപയോഗിക്കേണ്ടത്, വേറെ ആരോട് ഉപയോഗിക്കേണ്ട. അപ്പൊ അവിടെ അടി കിട്ടൂല. ഭാര്യയോട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഭാര്യ പിണങ്ങി കഴിഞ്ഞാൽ ഭാര്യയോട് എന്നിട്ട് ഇങ്ങനെ തമാശക്കൊന്ന് പറയാം, ഒന്നിരിക്കോ മിണ്ടിയില്ലെങ്കിലും ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യും. അതങ്ങനെയാണ്. അപ്പൊ അങ്ങനെ പിണങ്ങി കഴിയുന്ന ഭാര്യമാരുടെ ഇടയിൽ നമുക്കൊന്ന് എന്നിട്ട് ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, വിഷമിക്കണ്ട, പ്രശ്നമാക്കണ്ട, നമുക്ക് പുറത്ത് പോയിട്ട് ഒരു ഷവർമയൊക്കെ തിന്നാം. നമ്മളോടൊരു കുട്ടിമാൻ പിണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഒരു ഷവർമയൊക്കെ തിന്നാന്ന്, പ്രശ്നമാക്കണ്ട, അപ്പോ തന്നെ സന്തോഷം വരും അല്ലേ? അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാക്കണ്ട, നമുക്ക് പരിഹരിക്കാം. അങ്ങനെ പറഞ്ഞു നോക്കി നിങ്ങൾ. അങ്ങനെ പറയാനുള്ള മനസ്സ്. ഞാൻ അങ്ങനെയൊന്നും പറയില്ല. ചില ആളുകളെ ഞാൻ അങ്ങനെയൊന്നും പറയില്ല, ഞാൻ മല പോലെ നിൽക്കുന്നവനാണ്, ഞാൻ വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല, ഞാൻ കണ്ടത് മുഖത്തോക്കി പറയുന്നവനാണ്. ചില ആളുകൾ അങ്ങനെയുണ്ട്, ഞാൻ കണ്ടതുപോലെ പറയും. അങ്ങനെയൊന്നല്ല. വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറാവണം. വിട്ടുവീഴ്ചക്ക് തയ്യാറായിട്ടില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും വിജയം ഉണ്ടാവില്ല. ഞാൻ കണ്ടത് തന്നെ ശരി, ഞാൻ പറഞ്ഞത് തന്നെ ശരി, ഞാൻ പിടിച്ച മോയിലിന് ഇത്ര ചെവിയാണ്, അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ ആവരുത്. വിട്ടുവീഴ്ചക്ക് തയ്യാറാണ്. ഭാര്യയുടെ സമീപത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഭർത്താവ് വിട്ടുവീഴ്ചക്ക് റെഡിയാവണം. ഭർത്താവിന്റെ അടുക്കൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഭാര്യയും വിട്ടുവീഴ്ചക്ക് റെഡിയാവണം. അതങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോ ഭർത്താവ് നിങ്ങളോട് പിണങ്ങി, അപ്പൊ എന്താ ചെയ്യാ? ഭാര്യ ഒന്ന് വിട്ടുവീഴ്ചക്ക് തയ്യാറാകാം. ഭർത്താവിനോട് എന്തെങ്കിലും ഒരു തമാശയൊക്കെ പറഞ്ഞിട്ട് എന്റെ ഇക്കാ കരളെ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും എങ്ങനെ പറഞ്ഞു തരണം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങൾ അതൊക്കെ ഉപയോഗിക്കേണ്ടത് ഇവിടെയാണ്. അള്ളാഹു നമ്മ അനുഗ്രഹിക്കട്ടെ. വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ ഏത് മാറാത്ത മനസ്സും ഉടമയും മാറൂലേ? ഉറപ്പാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര പിണങ്ങി കഴിയുന്ന ആളുകളാണെങ്കിലും അവര് നമ്മെ ഒരുപാട് കുറ്റം പറഞ്ഞു, പക്ഷെ നമ്മൾ ഒരു തരി പോലും അവരെ കുറ്റം പറയുന്നില്ല. നമ്മളൊക്കെ ഇങ്ങനെ കേട്ട് നിന്ന് സാരല്ല, പോട്ടെ. നമ്മൾ അങ്ങനെ ദുആ ചെയ്യേണ്ടത്. നമ്മളെ ചീത്ത പറഞ്ഞവർക്കും നമ്മളെ പൊരുത്തപ്പെട്ടു കൊടുക്കും, അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുക നമ്മൾ ദുആരിക്കാം. അപ്പൊ വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ വരും. ഒരു സുന്ദരമായ ചരിത്രം ഞാൻ പറഞ്ഞു തരട്ടെ.
മദീനയുടെ നായകന്റെ ജീവിതത്തിൽ വന്ന വളരെ മനോഹരമായ സന്തോഷത്തിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധയോടെ ചരിത്രം കേട്ടുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തകരുന്ന ബന്ധങ്ങൾ, ഇന്ന് ബന്ധങ്ങളൊക്കെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബന്ധങ്ങൾ തകർന്നടിയാതിരിക്കാൻ വേണ്ടി മനോഹരമായ മദീനയിൽ നടന്ന സുന്ദരമായ ചരിത്രങ്ങൾ നമ്മൾ പറയുമ്പോ നമ്മുടെ ജീവിതത്തിന് വല്ലാത്ത ഒരു സമാധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നടന്ന സുന്ദരമായ ഒരു ചരിത്രം പറയാൻ പോവുകയാണ്. യമാമ എന്ന പ്രദേശത്തുള്ളൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു. സുമാമ എന്നാണ് പേര്. ആ സുമാമ എന്ന ഭരണാധികാരി ഏത് ദിവസവും മുത്തുനബിയെ ചീത്ത പറയുന്നവനായിരുന്നു. ഏത് ദിവസവും മുത്തുനബിയെ പറ്റി പരിഹാസവാക്കുകൾ പറയുന്നവനായിരുന്നു. ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ ഹബീബിനെ ചീത്ത പറയുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറ്റം പറയുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോഴെല്ലാം കല്ലെടുത്തെറിയുന്നവനാണ്. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏത് സമയത്ത് കണ്ടാണ് കല്ലെടുത്തെറിയുമായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിനെ സ്വഹാബത്തിനെ കാണുന്ന സമയത്തല്ല, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനായ യമാമയുടെ ഭരണാധികാരി സുമാമ എപ്പോഴും മുത്തുനബിയെ കാണുമ്പോ കല്ലെറിയുന്നവനാണ്. എപ്പോഴും മുത്തുനബിയെ കാണുമ്പോ ചീത്ത പറയുന്നവനാണ്. എപ്പോഴും മുത്തുനബിയെ കാണുമ്പോ മനസ്സിന്റെ അകത്ത് വേദനിക്കുന്ന വാക്ക് പറയുന്നവനാണ്. മാഷാ അല്ലാഹ്, പലപ്പോഴും സ്വഹാബത്ത് സുമാമയെ പിടിക്കാൻ ശ്രമിച്ചതാണ്. പലപ്പോഴും സ്വഹാബത്ത് സുമാമയെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്, നടന്നിട്ടില്ല. എത്രയോ തവണ മുത്തുനബിയെ കല്ലെറിഞ്ഞ സുമാമയല്ലേ, എത്രയോ തവണ മുത്തുനബിയെ ചീത്ത പറഞ്ഞ സുമാമയല്ലേ. പലപ്പോഴും സ്വഹാബത്ത് സുമാമയെ അറസ്റ്റ് ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ നടന്നിട്ടില്ല. അങ്ങനെ ഒരു ദിവസം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാഷാ അല്ലാഹ് മദീനയുടെ വഴിയോരത്തിൽ നടന്നു പോകുമ്പോ യമാമയുടെ ഭരണാധികാരിയായ സുമാമ ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. സുമാമയും തന്റെ അനുചരന്മാരും പടയാളികളും ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുകയാണ്, ആ വരുന്നത് സുമാമയാണല്ലോ. അല്ലാഹ്, യമാമയുടെ ഭരണാധികാരിയായ സുമാമയല്ലേ. സുമാമ, നിന്നെ ഞാൻ വിടൂല മോനെ, നിന്നെ ഞാൻ വിടൂല മോനെ, നിന്നെ ഞാൻ വിടൂല മോനെ. എത്രയോ തവണ എന്റെ മുത്തുനബിയെ കല്ലെറിഞ്ഞവനാണ്. എത്രയോ തവണ എന്റെ മുത്തുനബിയെ വേദനിപ്പിച്ചവനാണ്. എത്രയോ തവണ എന്റെ പുന്നാര നബിയെ വേദനിപ്പിച്ചവനാണ്. അതുകൊണ്ട് തന്നെ സുമാമയെ അറസ്റ്റ് ചെയ്യുകയാണ്. യമാമയുടെ ഭരണാധികാരിയായ സുമാമയെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറസ്റ്റ് ചെയ്യുകയാണ്. രണ്ട് കൈകളും പിറകോട്ട് കൂട്ടിക്കെട്ടുന്ന അല്ലാഹ്, പിറകോട്ട് കൂട്ടിക്കെട്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. മദീനയുടെ പൂങ്കവർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് കൊണ്ടുപോവുകയാണ്. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ മനോഹരമായ മസ്ജിദുൻ നബിയിലെ സ്വഹാബത്തിന് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുമാമയെ കൊണ്ടുവരുന്നത്. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശ്രദ്ധിച്ചു നോക്കുകയാണ്. ആരാണ് റബ്ബേ ആ വരുന്നത്? ആരാണ്? ഉടനെ തന്നെ സ്വഹാബത്ത് വന്ന് പറഞ്ഞു, നബിയേ, എത്രയോ തവണ തങ്ങളെ കല്ലെറിഞ്ഞ സുമാമ, തങ്ങളെ ചീത്ത പറഞ്ഞ സുമാമ, തങ്ങളെ ഗീബത്ത് പറഞ്ഞ സുമാമ, തങ്ങളെ കുറ്റം പറഞ്ഞിരുന്ന സുമാമ, സുമാമയെ കൊണ്ടുവരുന്നുണ്ട് നബിയേ, സുമാമയെ കൊണ്ടുവരുന്നുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുമാമയെ കൊണ്ടുവരുന്ന രംഗം കണ്ടപ്പോ രണ്ട് കൈകളും
പിറകോട്ടെ കയറുകൊണ്ട് കൂട്ടിക്കെട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുറത്തിറങ്ങിയിട്ട് പറയാണ്, വേണ്ട ഉമറേ, വേണ്ട ഉമറേ, വേണ്ട മോനെ, വേണ്ട മോനെ, സുമാമയുടെ പിറകോട്ട് കെട്ടിയ കൈകളെ ഒന്ന് അഴിച്ചു കൊടുക്കൂ ഉമറേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇല്ല റസൂലേ. ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അഴിച്ചു കൊടുക്കൂല നബിയേ, ഇത് സുമാമയാണ് നബിയേ, യമാമയുടെ ഭരണാധികാരിയായ സുമാമയാണ് നബിയേ. എത്രയോ തവണ തങ്ങളെ കല്ലെറിഞ്ഞവനാ, എത്രയോ തവണ തങ്ങളെ ചീത്ത പറഞ്ഞവനാ, എത്രയോ തവണ തങ്ങളെ കുത്തുവാക്ക് പറഞ്ഞവനാണ് തങ്ങളെ. സുമാമയുടെ കൈകൾ വഴിച്ചു കൊടുത്താൽ ആ സുമാമ നമ്മെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് നബിയേ, സുമാമ നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സാരമില്ല, സുമാമയെ നിങ്ങൾ അഴിച്ചു കൊടുക്ക്. അവസാന സുമാമയുടെ രണ്ട് കൈകൾ അയച്ചു കൊടുത്തു. സുമാമ പറഞ്ഞു, മുഹമ്മദേ, നിന്നെ എനിക്ക് ഇഷ്ടമില്ല, നിന്റെ സ്വഹാബത്തിന് എനിക്ക് ഇഷ്ടമില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യമാമയുടെ ഭരണാധികാരിയായ സുമാമയെ കൊന്നുകൊണ്ട്, സുമാമയെ വന്നുകൊണ്ട് മദീനയുടെ മസ്ജിദ് നബിയുടെ പിന്നിലുള്ള ആ തൂണിലങ്ങ് കെട്ടിയിടുകയാണ്. റബ്ബേ, മസ്ജിദ് നബിയുടെ മനോഹരമായ മുന്നിലുള്ള തൂണിലെ സുമാമ എന്ന ഭരണാധികാരി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന് കെട്ടിവെക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് ചോദിച്ചു, സുമാമ ഒന്ന് മാറിക്കൂടെ മോനെ, മനസ്സിനൊരു മാറ്റം കൊടുത്തുകൂടെ സുമാമ, ഒന്ന് മാറി ചിന്തിച്ചുകൂടെ സുമാമ, ഈ പിണക്കങ്ങളൊക്കെ എന്തിനാണ് മോനെ, ഈ വഴക്കുകളൊക്കെ എന്തിനാണ് മോനെ, ഈ വൈരാഗ്യങ്ങളൊക്കെ എന്തിനാണ് മോനെ, ഒന്ന് വിട്ടുവീഴ്ചക്ക് തയ്യാറായിക്കൂടെ. സുമാമ പറഞ്ഞു, ഇല്ല മുഹമ്മദേ, ഇല്ല മുഹമ്മദേ, എന്റെ മനസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് തങ്ങളാണ്, തങ്ങളും മദീനയിലെ നിങ്ങളെ സ്വഹാബത്തിനെയുമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതെന്ന് യമാമയുടെ ഭരണാധികാരി സുമാമ പറയുകയാണ്. റബ്ബേ, സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബ, സുമാമക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തോ, സുമാമക്ക് നിങ്ങൾ വെള്ളം കൊടുത്തോ. അല്ലാഹുവേ, പ്രതികളോട് പോലും കാരുണ്യം കാണിച്ച കരുണക്കടലാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. മഹാന്മാരായ സ്വഹാബത്ത് സുമാമക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുകയാണ്. സുമാമ പറഞ്ഞു, ഇല്ല, ഈ ഭക്ഷണം ഞാൻ കഴിക്കൂല. അല്ലാഹുവിന്റെ ഹബീബ് എന്ന് പറഞ്ഞു, എന്തിനാണ് സുമാമായി വൈരാഗ്യങ്ങളെ, ഒന്നവസാനിച്ചൂടെ മോനെ, ഒന്നവസാനിച്ചുകൂടെ മോനെ, ഒന്ന് അവസാനിപ്പിച്ചുകൂടെ മോനെ, ഈ വാശിയും വൈരാഗ്യങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിച്ചുകൂടെ. ഭക്ഷണം കഴിക്കൂ സുമാമ, ഭക്ഷണം കഴിക്കൂ സുമാമ. ഇല്ല തങ്ങളെ, ഞാൻ ഭക്ഷണം കഴിക്കൂല, നിങ്ങളെ എനിക്ക് വെറുപ്പാണ്, നിങ്ങളെ സ്വഹാബത്തിനെ എനിക്ക് വെറുപ്പാണ്. ഓരോ നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുമാമയോട് വന്ന് സങ്കടം പറയും, സുമാമ ഒന്ന് മാറി ചിന്തിക്കൂ സുമാമ. പക്ഷേ സുമാമ വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ല. എത്ര വാഴ പറഞ്ഞു കൊടുത്തോട്ടും നന്നാവണില്ല. അവസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ, നിങ്ങൾ സുമാമയുടെ കയർ അയച്ചു കൊടുക്കുക, ഈ സുമാമ എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ. കാരണം ഒരാളെ നന്നാക്കുന്നതിന് കുറച്ചൊക്കെ ഒരു അതിരില്ലേ, കുറച്ചൊക്കെ ഒരു അതിരില്ലേ. എന്നിട്ടും നന്നാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാ, കുറെ നമുക്ക് വാത് പറഞ്ഞു കൊടുക്കാം, ഇനി നന്നാകണില്ല, നമ്മൾ എന്ത് ചെയ്യാനാ, നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവസാനം മുത്തുനബി പറഞ്ഞു, സുമാമ അയച്ചു കൊടുക്കും. അങ്ങനെ സ്വഹാബത്ത് വന്നിട്ട് മനസ്സിലോടെ സുമാമയുടെ കൈയൊക്കെ അയച്ചു കൊടുത്ത്, കൈയൊക്കെ അയച്ചു കൊടുത്തപ്പോ സുമാമ ഇങ്ങനെ രണ്ടു ഭാഗത്തേക്കും കൈയൊക്കെ ഇങ്ങനെ വീശിയിട്ട് വാളൊക്കെ എടുത്തിട്ട് അങ്ങനെ വീശിയിട്ട് മുത്തുനബിയെ സ്വഹാബത്തിനെ ഇങ്ങനെ വിളാക്കിയിട്ട് പോയി. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സുമാമ പോട്ട്, ആ സുമാമ പോട്ടെ, സുമാമ ഇങ്ങോട്ട് തന്നെ വരും, നിങ്ങൾ പേടിക്കണ്ട. മാഷാ അല്ലാഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയാണ്.
തന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന ശത്രുവിനോട് പോലും കാരുണ്യത്തോടെ പെരുമാറിയ മുത്തുനബി. മൊഴികളെല്ലാം മധുരമാണ്, മതിവരാ ചിരി അഴകുമാണ്, കലിമ ചൊല്ലിയ ആദരമെല്ലാം കരളിലെഴുതിയൊരു സുമുമാണ്. മൊഴികളെല്ലാം മധുരമാണ്, മതിവരാ ചിരി അഴകുമാണ്, കലിമ ചൊല്ലിയ ആദരമെല്ലാം കരളിലെഴുതിയൊരു സുമുമാണ്. മധുരമായി മധുരമാണ് മദീന, മനസ്സിലെ മദീന. മധു ചോരിഞ്ഞ രാഗമായി അനുരാഗമാണ് മദീന, കനവിലെ മദീന. മധുവോതിടുന്നു മദീന. അല്ലാഹു മദീനയോടുള്ള മഹബ്ബത്ത് അല്ലാഹു നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഉറപ്പിച്ചു തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ വിട്ടുവീഴ്ച നോക്കിയാൽ നിങ്ങളെ ഏത് സമയത്ത് കണ്ടാലും കല്ലെടുത്തിട്ട് ഷൂട്ട് ചെയ്യുന്നവനാണ് സുമാമ. മുത്തുനബിക്കെതിരെയും സ്വഹാബത്തിനെതിരെയും ഭക്ഷണം നിറഞ്ഞവനാണ് സുമാമ. മദീനയിലേക്ക് വരുന്ന അരിഭക്ഷണത്തെ, മദീനയിലേക്ക് വരുന്ന പലചരക്കുകളെ യമാമയിൽ നിന്ന് തടഞ്ഞു വെച്ച ഭരണാധികാരിയാണ് സുമാമ. എന്നിട്ട് മോനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുമാമയോട് കാരുണ്യം കാണിച്ചു. വിട്ടുവീഴ്ചയുടെ പ്രതീകമാണ് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. മാഷാ അല്ലാഹ്, ചരിത്രം ഞാൻ ചുരുക്കി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുമാമയെ അഴിച്ചു വിടുകയാണ്. സ്വഹാബത്ത് പറഞ്ഞു, വേണ്ട നബിയെ, സുമാമ പ്രതികരിക്കുന്നവനാണ്. അല്ലാഹുവേ, അന്ന് മുത്തുനബി പറഞ്ഞു വിടുകയാണ്. അന്ന് വൈകുന്നേരം അസ്ർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്ത് മദീനയിലെ മസ്ജിദുൻ നബിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ മാഷാ അല്ലാഹ് സുമാമ കടന്നു വരികയാണ്. സുമാമ എന്ന ഭരണാധികാരി കടന്നു വരികയാണ്. മദീനയിലേക്ക് തന്നെ കടന്നു വരികയാണ്. സ്വഹാബത്ത് വന്ന് പറഞ്ഞു, നബിയേ, സുമാമ വരുന്നുണ്ട് നബിയേ, സുമാമ വരുന്നുണ്ട് നബിയേ. പകരം വീട്ടാന് സുമാമ വരുന്നുണ്ട് നബിയേ. നമ്മളെ കല്ലെറിഞ്ഞവനല്ലേ, നമ്മളെ ചീത്ത പറഞ്ഞവനല്ലേ, നമുക്ക് പാര വെച്ചവനല്ലേ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട സ്വഹാബ, സുമാമ നമ്മൊന്നും ചെയ്യൂല. യമാമയുടെ ഭരണാധികാരിയായ സുമാമ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ മഹാന്മാരായ സ്വഹാബത്തെല്ലാം അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. സുമാമു വന്ന പ്രതികാരം ചെയ്യുമോ? പാവപ്പെട്ട നബിയല്ലേ നമ്മുടെ മുത്തുനബി. ത്വായിഫിന്റെ മണ്ണിൽ നിന്ന് കല്ലേറ് ലഭിച്ചിട്ട് പോലും അവരോട് കരുണയോടെ നോട്ടം നോക്കിയ നബിയേ. ശരീരത്തിലേക്ക് കാർക്കിച്ചു തുപ്പിയ പെണ്ണ് സുഖമില്ലാതെ കിടക്കുമ്പോ ആ പെണ്ണിന്റെ മധുര പലഹാരങ്ങളുമായി കാണാൻ പോയ നബിയേ. കുഞ്ഞുനാൾ മുതലേ കല്ലെറിയാ തുടങ്ങിയ അബൂജഹലിനെ പനി പിടിച്ച് സുഖമില്ല എന്നറിഞ്ഞപ്പോ അബൂജഹലിനെ കാണാൻ പോയ കാരുണ്യത്തിന്റെ തിങ്കളേ, യമാമയുടെ ഭരണാധികാരി സുമാമ മദീനക്കാർക്ക് ഭക്ഷണം തടഞ്ഞിട്ട് പോലും, മുഹമ്മദ് എന്ന പ്രവാചകനെ ചീത്ത വിളിച്ചിട്ട് പോലും ആ ഭരണാധിക്ക് പോലും മാപ്പ് കൊടുത്ത തങ്ങളെ, ആ തങ്ങളെ മുമ്പിലേക്ക് സുമാമ വരികയാണ്. സുമാമ വന്നുകൊണ്ട് പറയുന്ന, അഫുവന്യാ റസൂലല്ലാഹ്, മാപ്പ് തരുമോ നബിയേ, മാപ്പാക്കുമോ നബിയേ, എന്നോട് മാപ്പാക്കണം തങ്ങളെ. എത്രയോ തവണ തങ്ങളെ ഞാൻ ചീത്ത പറഞ്ഞതാണ്, എത്രയോ തവണ തങ്ങളെ ഞാൻ കല്ലെറിഞ്ഞതാണ്, എത്രയോ തവണ മനസ്സ് വേദനിക്കുന്ന വാക്ക് പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ ഹബീബേ, എത്രയോ തവണ തങ്ങളെ ഞാൻ ചീത്ത വാക്ക് പറഞ്ഞതാണ്. എന്നിട്ട് പോലും മദീനയിലെ സ്നേഹത്തിന്റെ ഈത്തപ്പഴം സ്നേഹത്തോടെ എൻ്റെ വായയിലേക്ക് വെച്ച് തന്ന തങ്ങളെ, എത്രയോ എത്രയോ തവണ തങ്ങളെ ഞാൻ കല്ലെറിഞ്ഞിട്ട് പോലും വളരെ ആദരവോടെ സ്നേഹ
സ്നേഹത്തോടെ മദീനയുടെ മസ്ജിദ് നബിയിൽ നിന്ന് വെള്ളം എൻ്റെ വായയിലേക്ക് വാരിത്തന്ന കോരിത്തന്ന തങ്ങളെ, ഭക്ഷണം വാരിത്തന്ന തങ്ങളെ, തങ്ങളെ ചീത്ത പറഞ്ഞ നാവുകൊണ്ട്, തങ്ങളെ വഴക്ക് പറഞ്ഞ നാവുകൊണ്ട്, തങ്ങളെ ആദരങ്ങളെ കൊണ്ട്, തങ്ങളെ കരങ്ങളെ കൊണ്ട് മധുര മനോഹരമായ ഭക്ഷണ പദാർത്ഥങ്ങളെ എൻ്റെ മുറ്റിലേക്ക് വച്ച് തന്ന തങ്ങളെ, അഫ്വൻ യാ റസൂലല്ലാഹ്, അറിയില്ലാകിരുന്ന നബിയെ, നിങ്ങളെ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രവാചകനാണെന്ന് എനിക്കറിയില്ലാകിരുന്ന തങ്ങളെ, മാപ്പ് തരണം നബിയെ, മാപ്പാക്കണം നബിയെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സുമാമ വന്ന സങ്കടം പറയുകയാണ്, എനിക്ക് മുസ്ലിം ആവണം നബിയെ, എനിക്ക് മുസ്ലിം ആവണം നബിയെ, എനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരൂ തങ്ങളെ, എനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരൂ തങ്ങളെ. മദീനയിലെ സ്വഹാബത്തിനെ സാക്ഷിയാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ചൊല്ലിക്കൊടുക്കുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. പ്രതികാരം ചെയ്യാത്ത മുത്തുനബി, തിരിച്ചടിക്കാത്ത മുത്തുനബി, കല്ലെറിഞ്ഞ കല്ലെടുത്തുകൊണ്ട് തിരിച്ചറിയാത്ത മുത്തുനബി, അല്ലാഹുവേ ശത്രുക്കളെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ച മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മതം അങ്ങനെയാണ് ചെറുപ്പക്കാരാ, ഈ മതം അങ്ങനെയാണ് ചെറുപ്പക്കാരാ. അല്ലാഹുവേ, പലരും ജിഹാദിന്റെ മതമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നമ്മുടെ മുത്തുനബി നമ്മെ പഠിപ്പിച്ചത് കാരുണ്യത്തിന്റെ ജീവിതമാണ്, കരുണയുടെ ജീവിതമാണ്. പരസ്പരം പകരം വീട്ടുന്നത് വിശ്വാസിക്ക് യോജിച്ചതല്ല. ചീത്ത പറഞ്ഞവനെ തിരിച്ച് വീത പറയൽ വിശ്വാസിക്ക് യോജിച്ചവനല്ല. കല്ലെറിഞ്ഞവനെ തിരിച്ച് കല്ലെറിയൽ വിശ്വാസിക്ക് യോജിച്ചതല്ല. ഗൈബത്തും നമീമത്തും ഫസാദും പറഞ്ഞവരെ തിരിച്ച് അതേ രൂപത്തിൽ പറയലും തിരിച്ചടിക്കലും വിശ്വാസിക്ക് യോജിച്ചതല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, വതഅഫൂ അമ്മൻ ളലമക, പരസ്പരം മാപ്പ് കൊടുക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ചീത്ത പറഞ്ഞവർക്ക് മാപ്പ് കൊടുക്കുന്ന മതമാണ് ഇസ്ലാം. കല്ലെറിഞ്ഞവർക്ക് മാപ്പ് കൊടുക്കുന്ന മതമാണ് ഇസ്ലാം. മുസ്ലിമേ, ഉമ്മത്തെ, നമ്മൾ അങ്ങനെയാവണം, നമ്മൾ അങ്ങനെയാവണം ചെറുപ്പക്കാരാ, നമ്മൾ അങ്ങനെയാവണം ചെറുപ്പക്കാരാ. കുടുംബജീവിതത്തിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവരാവണം നമ്മള്. ഭാര്യയും ഭർത്താക്കന്മാരും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നവരാവണേ. മാതാപിതാക്കളും മക്കളും തമ്മിലെ, ജ്യേഷ്ഠ സഹോദരന്മാരെ തമ്മിലെ, അയൽവാസികൾ തമ്മിലെ, കുടുംബങ്ങൾ തമ്മിലെ, ഏത് കുടുംബത്തിലാ പ്രശ്നങ്ങളില്ലാത്തത്, ഏത് കുടുംബത്തിലാ സങ്കടങ്ങളില്ലാത്തത്, ഏത് കുടുംബത്തിലാ പ്രയാസങ്ങളില്ലാത്തത്, ഏത് കുടുംബത്തിലാ കണ്ണുനീര് തോരാത്ത കണ്ണുനീര് വറ്റാതെ സങ്കടങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരുപാട് കുടുംബങ്ങളില്ലേ. അതെല്ലാം പരസ്പരം പിണങ്ങിക്കയാണ്. കാരണം എന്താണെന്നറിയോ? ആ കുടുംബനായകന് വിട്ടുവീഴ്ചയില്ലാത്ത കാരണം കൊണ്ടാ. വാപ്പാ, നിങ്ങളല്ലേ നിങ്ങളെ കുടുംബത്തെ നിയന്ത്രിക്കുന്നത്. എന്തേ മക്കളിൽ നിന്നൊരു തെറ്റ് കാണുമ്പോ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തുകൂടെ? ഭാര്യയിൽ നിന്നൊരു മോശപ്രവർത്തനം കാണുമ്പോ വിട്ടുവീഴ്ച ചെയ്തുകൂടെ? ഉമ്മ, നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിൽ നിന്ന് വല്ല അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് വിട്ടുവീഴ്ച ചെയ്തുകൂടെ? മരുമക്കള് പാവമല്ലേ, ചെറിയ മക്കളല്ലേ? ആണായാലും പെണ്ണായാലും എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമ്പോഴേക്ക് അത് വലിയ പ്രശ്നമാക്കാതെ വിട്ടുവീഴ്ചക്ക് തയ്യാറായിക്കോടെ. വിട്ടുവീഴ്ച ചെയ്യുന്ന കുടുംബത്തിൽ വല്ല സങ്കടമില്ലല്ലോ, വിട്ടുവീഴ്ച ചെയ്യുന്ന കുടുംബത്തിൽ വല്ല പ്രശ്നമില്ലല്ലോ, വിട്ടുവീഴ്ച ചെയ്യുന്ന കുടുംബത്തിൽ വല്ല പ്രയാസങ്ങളില്ലല്ലോ. വതഅഫൂ അമ്മൻ ളലമക, പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. ആ കുടുംബത്തെ അല്ലാഹു അനുഗ്രഹിക്കുമെന്നാണ്. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണം അല്ലാഹ്.
അങ്ങനത്തെ കുടുംബത്തിനാണ് എന്നും സന്തോഷമുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് നാളെ ചർച്ച ചെയ്യാം. അങ്ങനെ പിണങ്ങിയാൽ, ഭാര്യ ഭർത്താവിനോട് പിണങ്ങിയാലുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഭർത്താവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇനി ഭാര്യമാര് ഭർത്താക്കന്മാരോട് പിണങ്ങിയാലോ നല്ല പണി കിട്ടും ഭാര്യമാർക്ക്. അതെങ്ങനെയാ? ഭാര്യമാരെങ്ങാനും ഭർത്താക്കന്മാരോട് പിണങ്ങി നോക്കണ്ടേ, നല്ല പണി വരും. അതെന്താ പണി? ഇൻഷാ അല്ലാഹ് നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ഭർത്താവിനോട് പിണങ്ങിക്കഴിഞ്ഞ് ഭർത്താക്കന്മാരെ നല്ലോണം ശ്രദ്ധിച്ചോണ്ടി. ഭാര്യമാരെങ്ങാനും നിങ്ങളോട് പിണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നാളത്തെ 49ാമത്തെ എപ്പിസോഡാണ് അറിവിൻ നിലാവിന്റെ നാളത്തെ സദസ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും സ്വലാത്തില്ലേ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാക്കിളി പാടും മദ്ഹ് രാഗാർദ്രമാകും ഒളിവ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഉൽ അവ്വലിൽ നിലാവ് റഹ്മത്തിൽ തിങ്കൾ തെളിവ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പരം താണ്ടിയ നൂറ്, അമ്പരം താണ്ടിയ നൂറ്, അമ്പിളി പിളർത്തിയ ഖൈറ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറിൽ അണയുന്ന നേരോ മർത്യവർ വീതോമ്പും നേരോ. മഹ്ശറിൽ അണയുന്ന നേരോ മർത്യവർ വിതുമ്പുന്ന നേരോ. മാലിക്കിൻ ശഫാഅത്തിനായി വീണു കേണിടുന്ന പോവേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അമ്പരം താണ്ടിയ നൂറ്, അമ്പരം താണ്ടിയ നൂറ്, അമ്പിളി പേളർത്തിയ ഖൈറ്, അമ്പിളി പേളർത്തിയ ഖൈറ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംബവൽ അംദ്യാ റസൂലേ, അംബവൽ അംദ്യാ റസൂലേ, അംബർവാമിക്കൂർ ഹബീബേ. അംബവൽ അംദ്യാ റസൂലേ, അംബർവാമിക്കൂർ ഹബീബേ. ഉമ്മുൽ ഖുറായിലെ പൂവേ,
ഉമ്മത്തിനാശാമലേരെ ഉമ്മുൽ ഖുറായിലെ പൂവേ ഉമ്മത്തിൽ ആശാമലേരെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമ ഹാശിർ ഖബീലെ ഉമ്മ ആമിനത്തന്റെ പൂവേ ഉത്തമ ഹാശിർ ഖബീലെ ഉമ്മ ആമിനത്തന്റെ പൂവേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം അൽഹംദുലില്ലാഹ് الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله الصلاة والسلام عليك يا رحمة للعالمين അല്ലാഹുവേ പരിശുദ്ധമായ അറിവിന്ദിലാവിലെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസായിട്ട് കബൂലാക്കണം അല്ലാഹ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണം റബ്ബേ ആയിരക്കണക്കിന് സാലിഹീങ്ങൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾ നിറകണ്ണുകളോടെ സ്വലാത്ത് ചൊല്ലി നിഷ്കളങ്കമായ മനസ്സോട് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനേ ഈ പ്രോഗ്രാം ലൈവ് കാണുന്ന മുഴുവൻ കുടുംബങ്ങൾക്ക് നീ ബറക്കത്ത് കൊടുക്കണമല്ലാ സന്തോഷം കൊടുക്കണമല്ലാ റാഹത്ത് കൊടുക്കണമല്ലാ സമാധാനം കൊടുക്കണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളെ ദോഷങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാ ഞങ്ങളെ വിഷമങ്ങളെ മാറ്റണം റഹ്മാനെ ഞങ്ങളെ രോഗങ്ങളെ നീ ശിഫയാക്കണം അല്ലാ ചെറുതും വലുതുമായ മുഴുവൻ രോഗങ്ങൾക്ക് നീ കാമിലായ ശിഫാ നൽകണം അല്ലാ ക്യാൻസർ നൽകല്ല റഹ്മാനെ അറ്റാക്ക് നൽകല്ല റഹ്മാനെ കിഡ്നിക്ക് തകരാറ് നൽകല്ല അല്ലാ മാറാത്ത തലവേദന വയറുവേദന പുറം വേദന കാലുവേദന അല്ലാഹുവേ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും വേദനയാണ് എല്ലാത്തിലും നീ ശിഫ നൽകണം അല്ലാ പ്രഷറും കൊളസ്ട്രോളും ഷുഗറൊക്കെ നീ നോർമലാക്കി തരണേ റഹ്മാനേ ഞങ്ങളെ സങ്കടങ്ങളൊക്കെ നീ മാറ്റണം അല്ലാ ഞങ്ങളെ വിഷമങ്ങളൊക്കെ നീ മാറ്റണം റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണമല്ലാ ഞങ്ങളെ ഭാര്യമാര് ഭർത്താക്കന്മാര് മക്കള് മരുമക്കള് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണമല്ലാ അല്ലാ ഞങ്ങളെ കുടുംബജീവിതത്തിൽ സന്തോഷം തരണം റഹ്മാനെ കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കുടുംബജീവിതത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കുടുംബജീവിതത്തിൽ കണ്ണുനീര് കുടിക്കുന്നവരുണ്ട് അല്ലാഹുവേ മുത്തുനബിയെ കൊണ്ട് അവർക്കൊക്കെ സലാമത്ത് കൊടുക്കണം അല്ലാ സമാധാനം കൊടുക്കണം അല്ലാ റാഹത്ത് കൊടുക്കണം റബ്ബേ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റഹ്മാനേ ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ റഹ്മാനേ ആൺമക്കളെ പെൺമക്കളെ ആഗ്രഹിക്കുന്നവർക്ക് അവരെ ആഗ്രഹിക്കുന്ന മക്കളെ കൊടുക്കണേ അല്ലാ അല്ലാഹുവേ പല കുടുംബങ്ങളും പ്രശ്നത്തിലാണ് പലരും പിണക്കത്തിലാണ് ആ പിണക്കങ്ങളൊക്കെ നീ ഒന്ന് മാറ്റി കൊടുക്കണം റഹ്മാനേ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണം റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണം റഹ്മാനെ ഉള്ള ജോലിയിലും ബിസിനസ്സിലും കച്ചവടത്തിലും വാഹനത്തിലും കൃഷിയിലൊക്കെ നീ ബറക്കത്ത് നൽകണം റഹ്മാനേ കല്യാണം കഴിയാത്തവരുണ്ട് പല കാരണങ്ങളെ കൊണ്ട് തടസ്സമുള്ളവരുണ്ട് അല്ലാ തടസ്സങ്ങളൊക്കെ മാറ്റണം റഹ്മാനേ
ഇന്ന് 3 കുടുംബങ്ങളാണ് സന്തോഷം വിളിച്ചറിയിച്ചത്. ഉസ്താദേ, മക്കളുടെ കല്യാണം കഴിയാതെ വളരെ വിഷമത്തിലായിരുന്നു. അറിവിന്ദിലാവിൽ ആയിരക്കണക്കിന് സ്വാലിഹീങ്ങൾ ദുആ ചെയ്യുകയല്ലേ, ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ്, ദുആ നമ്മൾ ചെയ്തു. അൽഹംദുലില്ലാഹ്. ആ 3 കുടുംബത്തിലെ പൊന്നുമക്കൾക്കും വിവാഹം ശരിയായി. പെരുന്നാൾ കഴിഞ്ഞാൽ വിവാഹമാണെന്ന സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അതെല്ലാം റാഹത്താക്കി കൊടുക്കണ റഹ്മാനേ. അങ്ങനെ വിവാഹം കഴിയാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അവർക്കെല്ലാം അറിവിന്ദിലാവ് സദസ്സിൽ ആമീൻ പറയുന്ന ആയിരങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അവർക്കെല്ലാം റാഹത്തുള്ള ഇണകളെ കൊടുക്കണം അല്ലാ. റാഹത്തുള്ള ഇണകളെ കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ, ലോകമാകെ വലിയ പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ ഞങ്ങൾക്കുള്ള സലാമത്ത് നൽകണം അല്ലാ. കൊറോണ നീ ഇല്ലാതെയാക്കണം റഹ്മാനേ. ഏത് ഭാഗത്തിലൂടെയാണ് വരുന്നതെന്നറിയുന്നില്ല. എല്ലാവരും വലിയ സങ്കടത്തിലാണ്. നീ സലാമത്ത് നൽകണം റഹ്മാനേ. കിളിരാനയിലുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട പല കൂട്ടുകാരൻ ക്വാറന്റൈനിലാണ്. പലർക്കും പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അല്ലാ, അടുത്ത റിസൾട്ട് നീ നെഗറ്റീവ് ആക്കി കൊടുക്കണം അല്ലാ. ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഓൺലൈനിലൂടെ അറിവിന്ദിലാവിലൂടെ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റഹ്മാനേ. ഒരു പരീക്ഷണത്തിലും അവരെ കൊടുക്കല്ല റഹ്മാനെ, ഒരു വിഷമത്തിലും അവരെ കൊടുക്കല്ല റഹ്മാനേ. ക്വാറന്റൈനിൽ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്, അവർക്കെല്ലാം സമാധാനം കൊടുക്കണമല്ലാ. ഞങ്ങൾ അഫ്സൽ ഹസനി ഉസ്താദ് അടക്കം അല്ലാഹുവേ, അറിവിന്ദിലാവ് ലൈവായി കേൾക്കുന്ന പല കുടുംബങ്ങളും പല വിഷമത്തിലാണ്. അല്ലാ, നീ റാഹത്ത് കൊടുക്കണേ റഹ്മാനെ, സമാധാനം കൊടുക്കണേ റഹ്മാനെ, സന്തോഷം കൊടുക്കണമല്ലാ. ഞങ്ങളെ മാതാപിതാക്കള്, ഞങ്ങളെ ഭാര്യയുടെ മാതാപിതാക്കള്, ഭർത്താവിൻ്റെ മാതാപിതാക്കള് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. രോഗങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വിദേശത്തുള്ള ഞങ്ങളെ പ്രവാസികൾക്ക് ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അവരെ കച്ചവടങ്ങളിലും ജോലിയിലൊക്കെ റാഹത്ത് കൊടുക്കണേ റഹ്മാനെ. പലരും ശമ്പളം കിട്ടാത്തവരുണ്ട്. മടവൂര് ശൈഖിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ഹക്ക് കൊടുക്കണം റഹ്മാനെ. അല്ലാ, ഒരു വിഷമത്തിലും അവരെ കൊടുക്കല്ല റഹ്മാനെ. നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലാ, വഴികൾ ഒരുക്കി കൊടുക്കണം റഹ്മാനേ. നാട്ടിലുള്ള പലരും കച്ചവടമില്ലാതെ ബുദ്ധിമുട്ടിലാണ്. അല്ലാഹുവേ, എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണം അല്ലാ. അല്ലാ, പാതിരാ സമയമായിട്ട് പോലും 2000-ലേറെ കുടുംബങ്ങൾ ഇപ്പോഴും ഓൺലൈനിലൂടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബങ്ങളിലെല്ലാം ബറക്കത്ത് കൊടുക്ക റബ്ബേ, റാഹത്ത് കൊടുക്ക റബ്ബേ, സന്തോഷം കൊടുക്ക റഹ്മാൻ. നിഅമത്ത് കൊടുക്കണമല്ലാ. സുഹർ ബാത്തിലാക്കണം റഹ്മാനെ. മടവൂര് ശൈഖിനെ കൊണ്ട് കണ്ണേർ ബാത്തിലാക്കണം റഹ്മാനെ. ഗൈബത്തുകാരിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലാ. നമീമത്തുകാരിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലാ. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലാ. ഞങ്ങളെ ശത്രുക്കളോട് ഞങ്ങൾക്ക് ദേഷ്യമില്ല. ഞങ്ങളെ ഗൈബത്ത് പറയുന്നവരുണ്ട്, ഞങ്ങളെ ഫസാദ് പറയുന്നവരുണ്ട്, ഞങ്ങളെ തരം കിട്ടിയാൽ പരിഹസിക്കുന്നവരുണ്ട്. അവരോടൊന്നും ഞങ്ങൾക്ക് വൈരാഗ്യമില്ല. അവരെ മനസ്സ് നീ നന്നാക്കി കൊടുക്കനാദാ. ഞങ്ങളെ ചീത്ത പറഞ്ഞവർക്ക് നീ മാപ്പ് കൊടുക്കണേ റഹ്മാനെ. അവരെയും നീ നന്നാക്കണം റഹ്മാനെ. ഞങ്ങളോട് അസൂയ വെക്കുന്നവരെ മനസ്സ് നീ നന്നാക്കണം റഹ്മാനെ. എന്തിൻ്റെ പേരിലാണോ ഞങ്ങളോട് അവർ അസൂയ വെക്കുന്നത്, അല്ലാ, ഞങ്ങൾക്കുള്ള നിഅമത്ത് അവർക്കും നീ കൊടുത്തുകൊണ്ട് ഞങ്ങളെ നിഅമത്ത് നിലനിർത്തി അവരുടെയും ഞങ്ങളുടെയും മനസ്സ് നീ നന്നാക്കി തരണം റഹ്മാനെ. അപകടത്തിൽ പെടുത്തുള്ള റഹ്മാനെ, കൊറോണയിൽ കൊടുക്കുള്ള റഹ്മാനെ, പ്രളയം തന്ന് താങ്ങാൻ കഴിയാതെ പരീക്ഷണം തരല്ലേ റബ്ബേ.
അല്ലാ ഞങ്ങളെ ഭാര്യമാർക്ക് നീ സുഖപ്രസവം കൊടുക്കണം റഹ്മാനെ. റാഹത്തുള്ള ആരോഗ്യമുള്ള മക്കളെ കൊടുക്കണമല്ലാ. എല്ലാ മടവൂര് ശേഖുനാന്റെ ഹക്ക് കൊണ്ട് റാഹത്താക്കണം റഹ്മാനെ. അല്ലാ ഞങ്ങളെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണം റഹ്മാനെ. പലരും വിദേശത്തുള്ളവരുണ്ട്, വിദേശത്ത് നിന്ന് കൊറോണ കാരണം നാട്ടിലേക്ക് വന്നവരുണ്ട്. അല്ലാഹിനുള്ള വഴികളൊക്കെ നീ ഫത്ഹാക്കി കൊടുക്കണം റഹ്മാനെ. ഈ ലൈവ് ചെയ്യുന്ന ഈ വീട്ടിലും ഇതിന്റെ കുടുംബത്തിലും ഞങ്ങളെ ഈ കുടുംബത്തിലും അയൽപക്കത്തൊക്കെ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഈ നാട്ടിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കണം അല്ലാ. അറബിന്നിലാവിലേക്ക് ദുആർക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുടെ വിഷമങ്ങളെ മാറ്റണം അല്ലാ. കടങ്ങളെ വീട്ടി തരണേ റഹ്മാനെ. കാശ് കിട്ടാനുള്ളവരുണ്ട്, എത്തിച്ചു കൊടുക്കണമല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, എത്രയോ ആളുകൾ പല സങ്കടങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അവരെ മനസ്സിലുള്ള വിഷമങ്ങൾ അറിയുന്ന നാഥാ, നൂറുകണക്കിന് ആളുകൾക്ക് അറിവിനിലാവ് മജ്ലിസിലൂടെ സമാധാനം കൊടുത്ത അല്ലാ, എല്ലാവർക്കും നീ സമാധാനം കൊടുക്കണം റഹ്മാനേ. അല്ലാഹി പ്രിയപ്പെട്ടവരോട് ഒരു ക്യാമറ വാങ്ങണമെന്ന് പറഞ്ഞപ്പോ അതിലേക്ക് സംഭാവനകൾ തന്ന് നല്ല ക്യാമറയും മൈക്ക് സെറ്റും ലാപ്ടോപ്പോ ഈ സൗകര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഉസ്താദേ എന്ത് പറഞ്ഞാലും ഞങ്ങൾ റെഡിയാണ്. അല്ലാ ആരും ഒഴിഞ്ഞു മാറിയിട്ടില്ല. 101 രൂപ മുതൽ എത്ര ആയിരക്കണക്കിന് സ്വാലിഹീങ്ങളാണ് സംഭാവനകൾ തന്നിട്ടുള്ളത്. മറക്കാൻ പറ്റൂല റബ്ബേ. അവരെങ്ങനെ സഹായിച്ചത് കൊണ്ടാണ്, നീ തന്ന നിഅമത്ത് കൊണ്ടാണ് ഇത്രയും മനോഹരമായി പ്രോഗ്രാം നിലനിന്ന് പോകുന്നത്. അല്ലാഹുവേ, അവരുടെ സംഭാവനകളെ കൊണ്ടാണ് ഈ ക്യാമറയും ലാപ്ടോപ്പും ലൈറ്റുകളൊക്കെ വാങ്ങിയത്. ഇതിന്റെ മുഴുവൻ പ്രതിഫലം അവർക്ക് നീ കൊടുക്കണേ റഹ്മാനെ. ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ നീ കൊടുക്കണം റഹ്മാനെ. ഒരാളെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. അറിവിന്നിലാവിന്റെ 48ാമത്തെ വാളിന്റെ പരമ്പരയാണ്. അല്ലാ റമദാൻ 1 മുതൽ 30 വരെ ഞങ്ങൾ റമദാൻ നിലാവ് നടത്തി. കഴിഞ്ഞ മജ്ലിസുകൾ നടത്തിയതിന്റെ പ്രതിഫലമൊക്കെ അവരുടെ അക്കൗണ്ടിലേക്ക് നീ കൊടുക്കണം അല്ലാ. അല്ലാ ഞങ്ങളെ മക്കളെ ഹാഫിദീങ്ങളാക്കണം റഹ്മാനെ, ആലിമീങ്ങളാക്കണം റഹ്മാനെ, ദീനിന്റെ ഖാദിമീങ്ങളാക്കണമല്ലാ. കുട്ടിമാൻ ഹാജി അടക്കമുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ അല്ലാഹുവേ, ഞങ്ങളെ കുഞ്ഞുനിയന്മാരെ നീ റാഹത്തുള്ള മക്കളാക്കി കൊടുക്കണം റഹ്മാനേ. അല്ലാ പാവപ്പെട്ട എൻ്റെ ഉമ്മ ഖബറിലാണ്. അല്ലാഹുവേ, ഖിദ്മത്തെടുക്കുന്നതിന് മുമ്പ് നീ തിരിച്ചു കൊണ്ടുപോയി നാദാ. ഖിദ്മത്ത് എന്താണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് നീ വിളിച്ചു കൊണ്ടുപോയി. അല്ലാഹുവേ, ഈ പ്രഭാഷണ സദസ്സുകളും ഈ നസീഹത്തുകളും ഈ കർമ്മങ്ങളൊക്കെ ഒരു ഖിദ്മത്തായിട്ട് ആ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം അല്ലാ. വിശാലമാക്കണം അല്ലാ. ഞങ്ങളെ ഉമ്മാനെ നീ ശിക്ഷിക്കല്ലേ റബ്ബേ. ഞങ്ങളെ വാപ്പാനെ നീ ശിക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ഉമ്മാക്കും വാപ്പാക്കും നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ ഭാര്യയുടെ മാതാപിതാക്കള് ദീർഘായുസ് കൊടുക്കണമല്ലാ, ആഫിയത്ത് കൊടുക്കണമല്ലാ, റാഹത്ത് കൊടുക്കണമല്ലാ. പലരുടെയും ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്. അറിവിന്നില്ലാതെ കാണുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ നിന്ന് അവരുടെ ഉമ്മ മരിച്ചിട്ടുണ്ട്. ഭർത്താവ്, ഭാര്യ, മക്കള് മരിച്ചു പോയവരുണ്ട്. അല്ലാഹുവേ, അവരൊക്കെ ഖബറിലേക്ക് ഈ അറിവിന്നില്ലാവിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ആരെയും ഖബറിൽ ശിക്ഷിക്കല്ല അല്ലാ. ഒരു നാളിൽ ഞങ്ങളും മരിക്കണമല്ലോ. എന്നാണെന്നറിയൂല, എവിടെ വെച്ചിട്ടാണെന്നറിയൂല, ഏത് നിമിഷത്തിലാണെന്നറിയൂല. അല്ലാഹുവേ, ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കണം അല്ലാ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. സ്വർഗം കണ്ട് മരിക്കാൻ തൗഫീഖ് നൽകണം അല്ലാ. സ്വർഗം കണ്ട് മരിക്കാൻ തൗഫീഖ് നൽകണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സദസ്സിലേക്ക് സംഭാവനകൾ തരുന്നവരുണ്ട്, ദുആ ചെയ്യണം ഉസ്താദേ എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കണേ റഹ്മാനെ.
ഞങ്ങളെ അടിമന്മാർക്ക് നീ ദീർഘായുസ് കൊടുക്ക റബ്ബേ. അവരെ ഖിദ്മത്തൊക്കെ സ്വീകരിക്ക അല്ലാ. എന്ത് പറഞ്ഞാലും ഉസ്താദേ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കുന്നവരാണ്. അവരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. അവരെ കുടുംബത്തിൽ റാഹത്ത് കൊടുക്കണം റഹ്മാനേ. വ്യാഴാഴ്ച നടക്കുന്ന സ്വലാത്ത് മജ്ലിസിലേക്ക് സ്വലാത്തുകൾ ചൊല്ലി അറിയിക്കുന്നവരുണ്ട്, മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്. അല്ലാ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം റഹ്മാനേ. സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാ നൂറുകണക്കിന് ആളുകളാണ് അറിവിന്നിലാവില്ല സദസ്സിലേക്ക് എത്രയോ സങ്കടങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് അവർ ദുആ കൊണ്ട് ഏൽപ്പിച്ചത്. അല്ലാ അറിവിന്നിലാവ് എന്ന മജ്ലിസ് പലർക്കും സമാധാനമാണ്. പലരും അനുഭവങ്ങൾ പറയുന്നു, പലരും സന്തോഷവാക്കുകൾ പറയുന്നു. എല്ലാം മടവൂർ ശൈഖുനാനെ കൊണ്ടാണ്. അവിടുത്തെ കാവല് ഞങ്ങൾക്കൊന്നും നൽകണം അല്ലാ. അവിടുത്തെ തിരുനോട്ടം എന്നും ഞങ്ങൾക്ക് നൽകണം അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ അവിടുത്തെ പൊരുത്തം ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നീ കൊടുക്കണം അല്ലാ. അതിൻ്റെ ബർക്കത്ത് കൊണ്ട് അറിവിന്നിലാവിലൂടെ എന്ത് വിഷമം ഉദ്ദേശിച്ചുകൊണ്ട് മാറണമെന്ന് നിയത്ത് വെച്ച് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരെ, ലൈവിലൂടെ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ, ലൈവ് കാണുന്നവരെ, ലൈവ് കഴിഞ്ഞിട്ടും കാണുന്നവരെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. അറിവിന്ദിലാമിന്റെ 49ാമത്തെ എപ്പിസോഡ്, ഇതിന്റെ ബാക്കി ഭാഗം നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യണം. എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊക്കെ എല്ലാവർക്കും എപ്പോഴും ദുആ ചെയ്യണം. നമ്മുടെ അഡ്മിന്മാർക്കും ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തിന് വേണ്ടി ദുആക്കണം. ശബ്ദമൊക്കെ നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്യും. പ്രത്യേകിച്ച് അറിവിന്ദിലാം എന്ന പ്രോഗ്രാം എല്ലാ ദിവസവും ലൈവ് കാണുന്നവര്, ലൈവ് കഴിഞ്ഞിട്ടും കേൾക്കുന്നവര്, ഇത്രയും നേരം ആയിരക്കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ പ്രോഗ്രാം വീക്ഷിച്ചു. അവർക്കൊക്കെ വേണ്ടി പരസ്പരം എല്ലാവരും ദുആക്കണം. അറിവിന്ദിലാവിലേക്ക് ആരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.